ഒരുപാട് വിദഗ്ധന്മാർ നമ്മളെ അഡ്വൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സർക്കാർ ചെറുതായി പോകണം, സർക്കാർ കടമെടുക്കരുത്, സർക്കാർ നികുതിയും പിരിക്കരുത്. നമ്മുടെ നാട്ടിൽ ഓരോ 5 വർഷം കൂടുമ്പോൾ ഉണ്ടാകുന്ന വലിയ സ്കാമുകൾ ബാങ്കുകളുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അവരിലൂടെ നഷ്ടപ്പെടുന്ന പൈസയുടെ 4 പോലും സംസ്ഥാന ഗവൺമെൻറ് അവിടെ നിന്ന് ബോറോ ചെയ്യുന്നില്ല. കേരളമാണ് ഏറ്റവും കൂടുതൽ അവഗണിക്കപ്പെട്ട ഒരു സംസ്ഥാനം. നമ്മുടെ നികുതി വിഹിതം തുടർച്ചയായിട്ടുള്ള കമ്മീഷനുകളിൽ കുറഞ്ഞു വരികയായിരുന്നു. സ്റ്റേറ്റിൻ്റെ ധവളപത്രത്തിൽ അങ്ങനെയുള്ള ചില വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. അത് ഒരിക്കലും ഉപയോഗിക്കാൻ പറ്റാത്ത, അതായത് കേന്ദ്രത്തിൽ നിന്ന് വരുന്ന പൈസ അതിനെ വിൻഫാൾ തന്നെ ഉപയോഗിച്ചിരിക്കുകയാണ്. അത് വളരെ ശരിയായൊരു പദപ്രയോഗമല്ല. സംസ്ഥാന ഗവൺമെൻറ് നികുതി അധികാരങ്ങൾ ഇല്ല എന്ന് തന്നെ പറയാം. ആൾമോസ്റ്റ് ഇല്ല. അതെല്ലാവരും ഇപ്പം അംഗീകരിക്കുന്നതാണ്. GST ആണുള്ളത്. അത് പക്ഷേ നിരക്കുകൾ തീരുമാനിക്കുന്നത് നമ്മുടെ ധനമന്ത്രി അല്ല. സംസ്ഥാന ഗവൺമെൻറ്റിനേക്കാളും ബയോയൻ്റായിട്ടുള്ള വളർച്ചാ സാധ്യതയുള്ള നികുതി ഇപ്പോൾ ലോക്കൽ ഗവൺമെൻറ്റ്സിനാണുള്ളത്. സംസ്ഥാന ഗവൺമെൻറ്റിന് ഇപ്പം എന്തെല്ലാം അഭ്യാസം കാണിച്ചാലും വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് വലിയ പരിമിതിയുണ്ട്. അതുകൊണ്ടാണല്ലോ ഈ കിഫ്ബി പോലുള്ള ആൾട്ടർനേറ്റീവ്സിലേക്ക് കേരളം പോകേണ്ടി വന്നത്. എവിടെയാണോ പെർ ക്യാപിറ്റ ഇൻകം കൂടുതലുള്ളത് അവിടെയെല്ലാം ഗവൺമെൻറ് റവന്യൂ ആൻഡ് എക്സ്പെൻഡിച്ചർ ടു GSDP റേഷ്യോ കുറവാണ്. ഇന്ത്യയിലെ നഗരങ്ങൾ എല്ലാം സ്ലോ ഡൗൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബാംഗ്ലൂർ ഫോർ എക്സാമ്പിൾ. ബേസിക്കലി ഇന്ത്യൻ ഫിസിക്കൽ സിസ്റ്റം ഇറ്റ്സ് വെരി ഇൻസെൻസിറ്റീവ് ടു ഗ്രോത്ത് ഡെവലപ്മെൻറ്റ്. ആളുകൾ സ്വയം ചില പ്രദേശങ്ങളിൽ നിന്ന് മാറിപ്പോകുന്നു. അവർ മറ്റ് സ്ഥലങ്ങളിലേക്ക് വന്ന് സെറ്റിൽ ചെയ്യുകയാണ്. കുടിയേറ്റത്തിൽ നിന്ന് കുടിയിറക്കത്തിലേക്ക് പോവുകയാണ്. മുന്നണി മാറ്റം ഒരു വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കേണ്ടതില്ല. ഈ കാര്യത്തിലൊരു ജാഗ്രത ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ആവശ്യമാണ്. നമ്മുടെ റെയിൽവേ, ചൈനീസ് റെയിൽവേയും ഒരേ ലെവലിൽ നിന്ന റെയിൽവേയാണ്. ചൈന എത്രമാത്രം മുന്നോട്ട് പോയിരിക്കും. ഫിനാൻസ് കമ്മീഷൻ റിപ്പോർട്ടുകൾ കേരളത്തിൻ്റെ സാമ്പത്തിക മേഖലയുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന ചർച്ചാ വിഷയമാണ്. അതിലെപ്പോഴും പ്രാമുഖ്യം കിട്ടുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള സെൻട്രൽ ഫിനാൻസ് കമ്മീഷൻ റിപ്പോർട്ടുകളാണ്. പക്ഷേ അതേസമയം കേരളത്തിൻ്റേതായ സംസ്ഥാന ഫിനാൻസ് കമ്മീഷൻ റിപ്പോർട്ടുകളും അതിൻ്റെ പ്രവർത്തനങ്ങളും സെൻട്രൽ ഫിനാൻസ് കമ്മീഷനെ പോലെ അത്ര മീഡിയ അറ്റൻഷൻ പലപ്പോഴും കിട്ടാറില്ല. സംസ്ഥാന ഫിനാൻസ് കമ്മീഷനുകൾ കേരളത്തിനെ പോലെ ഒരു സംസ്ഥാനത്തിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംസ്ഥാനത്തിൻ്റെ ഫിനാൻസസ് എങ്ങനെ വിനിയോഗം ചെയ്യണമെന്നുള്ള കാര്യത്തിൽ ഒരു ദിശാബോധം നൽകുന്നതിൽ വളരെ നിർണായകമായ പങ്ക് വഹിക്കാൻ കേപ്പബിളായ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഇത്തവണ കേരളത്തിൻ്റെ സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷനെ ഹെഡ് ചെയ്യുന്ന ഡോക്ടർ KN ഹരിലാലാണ്. ഡോക്ടർ KN ഹരിലാൽ കേരളത്തിനകത്തും പുറത്തും അറിയപ്പെടുന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ്. സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസിലെ പ്രൊഫസറായിരുന്നു. കേരള സംസ്ഥാന പ്ലാനിംഗ് ബോർഡിലെ മെമ്പറായിരുന്നു. ഇങ്ങനെ പല ഔദ്യോഗികമായ നിലകളിൽ പല ചുമതലകൾ വഹിച്ചിട്ടുണ്ട്. കേരളത്തിൻ്റെ സാമ്പത്തിക മേഖലയെക്കുറിച്ചിട്ട് ഇംഗ്ലീഷിലും മലയാളത്തിലും വളരെയധികം എഴുതിയിട്ടുള്ള വ്യക്തി കൂടെയാണ്. അപ്പം ഈ സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ എന്നതിനെ കുറിച്ചിട്ടും അത് കേരളത്തിൻ്റെ ഒരു സാമ്പത്തിക മേഖലയെ, സംസ്ഥാന സർക്കാരിൻ്റെ സമ്പത്തിനെ ഏതെല്ലാം തരത്തിൽ വിനിയോഗിക്കണമെന്നുള്ളതിനെ കുറിച്ചിട്ടും ഉള്ള ഒരു ഡിസ്കഷനാണെന്ന് നമ്മൾ ഡോക്ടർ KN ഹരിലാലുമായിട്ട് നടത്തുന്നത്. ഹരിലാലിന് സ്വാഗതം. സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ പലപ്പോഴും ഈ സെൻട്രൽ ഫിനാൻസ് കമ്മീഷനെ പോലെ ഒരു വാർത്തയാവാറില്ല. പലപ്പോഴും അത് സംസ്ഥാന സർക്കാരിൻ്റെ എന്തോ ഒരു അനുബന്ധം പോലെയുള്ള ഒരു സംഭവമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. എങ്ങനെയാണ് ഹരിലാൽ ഈ കഴിഞ്ഞ 2 വർഷത്തെ ഒരു അനുഭവത്തെ ഇത് ചെയ്യുന്നത്? തീർച്ചയായിട്ടും ഈ നിരീക്ഷണത്തിനോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുന്നു. സാധാരണ രീതിയിൽ യൂണിയൻ ഫിനാൻസ് കമ്മീഷനാണ് നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യാറുള്ളത്. സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷനെ കുറിച്ചുള്ള ചർച്ചകൾ അങ്ങനെ വലുതായിട്ട് വരാറില്ല. വളരെ സമാനമായിട്ടുള്ള ഒരു റോളാണ് ഈ സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷനുകൾക്കുള്ളത്. 73-74 ഭരണഘടനാ ഭേദഗതി വന്നിട്ട് നമ്മുടെ പ്രാദേശിക സർക്കാരുകളെ സ്ട്രെങ്തൻ ചെയ്തതിന് ശേഷമാണ് എല്ലാ സംസ്ഥാനങ്ങളിലും സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷനുകൾ നിയമിക്കപ്പെടുന്നത്. അതിൽ കൃത്യമായിട്ട് എല്ലാ ഇടവേളകളിലും ഫിനാൻസ് കമ്മീഷനെ നിയമിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. കാരണം ഡീസെൻട്രലൈസേഷൻ്റെ കാര്യത്തിൽ നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ചിട്ട് പൊതുവെ വളരെ മുമ്പിലാണ്. ഇപ്പോഴത്തെ സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ 7ാമത് സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷനാണ്. അപ്പോൾ 7 ഫിനാൻസ് കമ്മീഷനുകൾ വന്നു. അതിൽ ഈ ഫിനാൻസ് കമ്മീഷനുകളുടെ വലിയൊരു കോൺട്രിബ്യൂഷൻ നമ്മുടെ ഡീസെൻട്രലൈസേഷൻ്റെ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ UDFും LDFും ഒക്കെ ഇവിടെ ഭരിക്കുമ്പോൾ നമ്മുടെ ഗ്രാമപഞ്ചായത്തുകൾക്കും ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകൾക്കും മുനിസിപ്പാലിറ്റി കോർപ്പറേഷനെല്ലാം സംസ്ഥാനത്തു നിന്നുള്ള ധനവിഭവങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുന്നതിനുള്ള മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുന്നത് സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷനാണ്. അപ്പോൾ പ്ലാനിലും നോൺ പ്ലാനിലും അവർക്ക് കിട്ടേണ്ട പണം കിട്ടുന്നതിനുള്ള മാനദണ്ഡം നിശ്ചയിച്ച് യഥാർത്ഥത്തിൽ അവർക്ക് കൊടുക്കുന്ന പണം എത്രയാണെന്ന് കണക്ക് കൂട്ടി കൊടുക്കുകയാണ് ഓരോ പഞ്ചായത്തിൻ്റെയും മുനിസിപ്പാലിറ്റിയുടെയും.
പക്ഷേ ഇതുവരെ UDF ഭരിക്കുമ്പോൾ CPM-ൻ്റെ പഞ്ചായത്തുകളെ അവഗണിച്ചെന്നോ തിരിച്ച് LDF ഭരിക്കുമ്പോൾ പിന്നെ ലീഗിനെ അവഗണിച്ചോ അങ്ങനെ ഒരു പരാതിയില്ല. കാരണം വെച്ചാൽ ഈ ഫിനാൻസ് കമ്മീഷനുകളെല്ലാം തന്നെ വളരെ വസ്തുനിഷ്ഠമായ ഒബ്ജക്റ്റീവായിട്ടുള്ള മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ ശുപാർശകൾ സമർപ്പിച്ചിട്ടുള്ളത്. രാഷ്ട്രീയ വിവേചനത്തിൻ്റെ ഒരു ആരോപണം വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫിസ്ക്കൽ സിസ്റ്റം കേരളത്തിലെ ലോക്കൽ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായി. അത് ഇതുവരെയുള്ള ഫിനാൻസ് കമ്മീഷൻ, തൊട്ട് മുമ്പ് ശ്രീ SM വിജയാനന്ദായിരുന്നു ഫിനാൻസ് കമ്മീഷൻ. അപ്പോൾ ഫിനാൻസ് കമ്മീഷനുകൾ ഈ രീതിയിൽ കേരളത്തിലൊരു നല്ല ഒരു രീതി, ഒരു സംസ്കാരം ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ സെറ്റപ്പ് ഉണ്ട്. അതെ, അതിനൊരു വിശ്വാസ്യതയുണ്ട്. അത് സംബന്ധിച്ച് പരാതികളില്ല. അതുകൊണ്ട് തന്നെ ഡീസെൻട്രലൈസേഷൻ ഏത് ഗവൺമെൻറ് മാറി വന്നാലും ഈ ഫിസ്ക്കൽ ഡെവല്യൂഷൻ്റെ കാര്യത്തിൽ ഗവൺമെൻറ്റുകളുടെ കമ്മിറ്റ്മെൻറ്റ് നിലനിർത്തുന്നു. വിവേചനമില്ലാതെ പണം വിതരണം ചെയ്യുന്നു. കേരളത്തെ പോലെ ഈ പൊളിറ്റിക്കലി വളരെ പോളറൈസ്ഡ് ആയിട്ടുള്ളൊരു സമൂഹത്തിൽ ഇങ്ങനെ ഗവൺമെൻറ്റുകൾ രാഷ്ട്രീയ വിവേചനമില്ലാതെ പ്രാദേശിക ഗവൺമെൻറ്റുകൾക്ക് പണം കൈമാറുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷനുകളുടെ ഒരു സാന്നിധ്യം, അവർ ഉണ്ടാക്കിയെടുത്ത ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്രെഡിബിലിറ്റി, വിശ്വാസ്യതയാണ്. അത് പിന്നെ കേരളത്തിലെ സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷനുകളെക്കുറിച്ച് മറ്റ് സംസ്ഥാനങ്ങളിൽ ഒരു വില നമുക്കുണ്ട്. കേന്ദ്രം ഗവൺമെൻറ്റും അതുപോലെ തന്നെ യൂണിയൻ ഫിനാൻസ് കമ്മീഷനും അംഗീകരിക്കുന്ന കാര്യമാണ്. മറ്റ് ഫിനാൻസ് കമ്മീഷനുകൾ ഇവിടെ വന്ന് നമ്മുടെ ഈ പ്രാക്ടീസ് പഠിക്കാനൊക്കെ ശ്രമിക്കാറുണ്ട്. പിന്നെ ഇത് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം ഈ പണം വിതരണം ചെയ്യുന്നതിനുള്ള മാനദണ്ഡങ്ങൾ കേന്ദ്ര ഫിനാൻസ് കമ്മീഷൻ്റെ അതാണല്ലോ ചർച്ച. അതെ, കാരണം കേന്ദ്ര ഫിനാൻസ് കമ്മീഷൻ ഒന്ന് സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്ന തുക കുറയ്ക്കുന്നു, അത് സെൻട്രലൈസേഷന് കാരണമാവുന്നു. അതുപോലെ തന്നെ ഈ സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്നതിൽ വലിയ വിവേചനം വരുന്നു. അതെ, സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്നത് തുക കുറയ്ക്കുന്നതും പിന്നെ അത് വിതരണം ചെയ്യുന്നതിലെ വിവേചനം, അത് പൊളിറ്റിക്സ് ഡയറക്റ്റായിട്ട് പാർട്ടി പൊളിറ്റിക്സ് അല്ല, പക്ഷേ ഇൻഡയറക്റ്റ്ലി അതുപോലുള്ള എലിമെൻറ്റ്സ് ഒരുപാട് വരുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കേരളമൊക്കെ എപ്പോഴും പരാതി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം, നമുക്ക് നമ്മുടെ വികസനം നമ്മൾ വളരെ മുമ്പോട്ട് പോയി, പിന്നെ നമ്മളൊരുപാട് ക്വാളിറ്റി ഓഫ് ലൈഫിലൊക്കെ മെച്ചം വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നു എന്നുള്ളൊരു ആരോപണം ഉണ്ടായിരുന്നു. അത് പൂർണ്ണമായിട്ട് ശരിയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ റീഡിസ്ട്രിബ്യൂഷന് ഒരുപാട് പ്രാധാന്യം കേന്ദ്ര ഫിനാൻസ് കമ്മീഷൻ കൊടുക്കുന്നു. അതൊരു തരത്തിൽ നല്ലതാണ്. ഇക്വിറ്റി, പിന്നെ ഒരു സാമൂഹ്യ നീതിയുടെ ഒരു പ്രശ്നമുണ്ടല്ലോ. അപ്പോൾ പെർ ക്യാപിറ്റ ഇൻകം കൂടുതലുള്ള സംസ്ഥാനങ്ങൾ, മറ്റ് വികസന നേട്ടങ്ങളുള്ള സംസ്ഥാനങ്ങൾ പണം കുറച്ച് വരുന്നു. അതിൽ കേരളമാണ് ഏറ്റവും കൂടുതൽ അവഗണിക്കപ്പെട്ട ഒരു സംസ്ഥാനം. നമ്മുടെ നികുതി വിഹിതം തുടർച്ചയായിട്ടുള്ള കമ്മീഷനുകളിൽ കുറഞ്ഞു വരികയായിരുന്നു. ഇപ്പോൾ ഏറ്റവും പുതിയ കമ്മീഷൻ 16-ാം കമ്മീഷനിൽ ഒരു ചെറിയ മാറ്റമല്ല, ഒരു സബ്സ്റ്റാൻഷ്യൽ ആയിട്ടുള്ള മാറ്റം. അതായത് ഈ വർഷം മുതൽ നമ്മുടെ നികുതി വിഹിതത്തിൽ ഒരു സബ്സ്റ്റാൻഷ്യൽ ആയിട്ടൊരു ജമ്പ് ഉണ്ടാവും. ഇപ്പം ചില ഗ്രാൻറ്റുകൾ നമുക്ക് കിട്ടാതെ വരും, പക്ഷേ നികുതി വിഹിതത്തിൽ, അതായത് നമുക്ക് സ്വതന്ത്രമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന, കേന്ദ്ര ഗവൺമെൻറ്റിനോട് പ്രത്യേകിച്ച് അനുവാദം ഒന്നും വാങ്ങിക്കാതെ നമുക്ക് സ്വതന്ത്രമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന നികുതി വിഹിതത്തിൽ ഒരു ശരാശരി 8,000-10,000 കോടി രൂപയുടെ അഡ്വാൻറ്റേജ് വരത്തക്ക രീതി ഒരു വർഷം. അതെ, അങ്ങനെയാണ് ഇപ്പോൾ ഈ 16-ാം ധനകാര്യ കമ്മീഷൻ്റെ റെക്കമെൻഡേഷൻ വന്നിരിക്കുന്നത്. റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻറ്റ് നമുക്ക് കിട്ടാതാവും എന്നുള്ള കൺഫ്യൂഷനാണ്. അവർ റെക്കമെൻഡ് ചെയ്തിട്ടില്ല, പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫിസ്ക്കൽ സിസ്റ്റത്തിൻ്റെ ഒരു അനിവാര്യതയാണ്. കാരണം എപ്പോഴും സംസ്ഥാനങ്ങൾ ഒരു റവന്യൂ ഡെഫിസിറ്റിലേക്ക് പോകാം. അത് പലപ്പോഴും അവതരിപ്പിക്കപ്പെടുന്നത് കേന്ദ്രം നൽകുന്ന എന്തോ ഒരു ഔദാര്യം എന്നുള്ളൊരു മട്ടിലാണ്. ആ നിലയിലല്ലാതെ അതിപ്പോൾ നമ്മളിപ്പോൾ പിന്നെ തിരുവനന്തപുരം നഗരസഭയ്ക്ക് സംസ്ഥാന ഗവൺമെൻറ് കൊടുക്കുന്ന സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ്റെ ഗ്രാൻറ്റുകൾ ഔദാര്യമല്ലല്ലോ. അത് തിരുവനന്തപുരത്തെ ജനങ്ങളുടെ അവകാശമല്ലേ. തിരുവനന്തപുരത്തെ ജനങ്ങൾ നൽകുന്ന നികുതിയുടെ ഒരു ഭാഗം തിരുവനന്തപുരം നഗരത്തിലേക്ക് ഫിനാൻസ് കമ്മീഷൻ ഗ്രാൻഡായിട്ട് വരുന്നു. അതുപോലെയുള്ളൂ. അത് ഫിനാൻസ് കമ്മീഷൻ അതിൻ്റെ മാനദണ്ഡം കണക്കാക്കി വരുന്നു എന്നുള്ളതേ ഉള്ളൂ. കോഴിക്കോടിനോ കൊച്ചിക്കോ എല്ലാം. അതെ. അപ്പം തിരുവനന്തപുരത്തിൻ്റെ ഒരു ഔദാര്യമല്ല, അതൊരു വിൻഫാളല്ല തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം. നമ്മുടെ പുതിയ സ്റ്റേറ്റിൻ്റെ ധവളപത്രത്തിൽ അങ്ങനെയുള്ള ചില വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. അത് ഒരിക്കലും ഉപയോഗിക്കാൻ പറ്റാത്ത, അതായത് കേന്ദ്രത്തിൽ നിന്ന് വരുന്ന പൈസ അതിനെ വിൻഫാളായിട്ട്, വിൻഫാൾ തന്നെ ഉപയോഗിച്ചിരിക്കുക. അത് വളരെ ശരിയായൊരു പദപ്രയോഗമല്ല. യഥാർത്ഥത്തിൽ
നമ്മുടെ നികുതിദായകർക്ക്, കേരളത്തിലെ നികുതിദായകർ നികുതി കൊടുക്കുന്നത് കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും നികുതി കൊടുക്കും. കേന്ദ്രത്തിന് കൂടുതൽ നികുതി നമ്മൾ കൊടുക്കും. നമ്മുടെ ഇൻകം ടാക്സും കോർപ്പറേറ്റ് ഇൻകം ടാക്സും അതുപോലുള്ള ഒരുപാട് നികുതികൾ കേന്ദ്രത്തിലേക്കാണ് പോകുന്നത്. അതെ. അപ്പോൾ ആ കേന്ദ്രത്തിലേക്ക് പോകുന്ന നികുതിയുടെ ഒരു ഭാഗം നമുക്കും തരാമെന്നാണ് കോൺസ്റ്റിറ്റ്യൂഷൻ വ്യവസ്ഥ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇന്ത്യയുടെ ഭാഗമായിരിക്കുന്നത്. അപ്പോൾ അത് ഇക്വിറ്റബിളി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനാണ് ഫിനാൻസ് കമ്മീഷൻ ഭരണഘടനാപരമായ ഒരു പദവിയായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അത് ഒരിക്കലും ഒരു ഔദാര്യമല്ല, എല്ലാവർക്കും ഭരണഘടനാപരമായിട്ടുള്ള അവകാശമാണ് നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന നികുതിയുടെ വിതരണത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നത് തന്നെയാണ്. സംസ്ഥാനത്ത് നമ്മുടെ ഫിനാൻസ് കമ്മീഷനുകൾ സാധാരണ രീതിയിൽ ഈ ഫിനാൻസ് കമ്മീഷനുകൾ പ്രവർത്തിക്കുന്നതിന് ഒരു പരിമിതിയുണ്ട്. കാരണം ഈ ഡേറ്റ വേണമല്ലോ. ഓരോ പഞ്ചായത്തിൻ്റെയും ഏതെങ്കിലും ഒരു ഡേറ്റയുടെ അടിസ്ഥാനത്തിലെ പഞ്ചായത്തിൻ്റെ പൈസ വിതരണം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ പോപ്പുലേഷൻ, ജനസംഖ്യ, അതുപോലെ തന്നെ ഭൂവിസ്തൃതി, ഇതുപോലുള്ള പരിഗണനകൾ, അതായത് കോടതിയിലൊക്കെ പോയി കഴിഞ്ഞാൽ ചോദ്യം ചെയ്യാൻ പെടാത്ത വളരെ ഒബ്ജക്റ്റീവായിട്ടുള്ള മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പണം വിതരണം ചെയ്യുന്നതെന്നുള്ളത് കൊണ്ട് തന്നെ വലിയ തർക്കങ്ങൾക്കൊന്നും ഇടയാവാറില്ല. പിന്നെ ഈ ഫിനാൻസ് കമ്മീഷൻ മൊത്തത്തിൽ പൈസ കുറയ്ക്കുകയോ ഒക്കെ ചെയ്താലാണ് ഒരു ഇഷ്യൂ ആവുന്നത്. അതുണ്ടായിട്ടില്ല. തുടർച്ചയായിട്ട് നമ്മുടെ ഫിനാൻസ് കമ്മീഷനുകൾ ഈ ലോക്കൽ ഗവൺമെൻറ്റ്സിനുള്ള ഗ്രാൻറ്റിൻ്റെ പ്രപ്പോർഷൻ കൂട്ടി വരുന്നൊരു പ്രവണതയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഓരോ ഇവരുമായിട്ട് ഡിസ്കഷൻസ് നടത്തുമോ ഈ കാര്യത്തിൽ? തീർച്ചയായിട്ടും എല്ലാ ജില്ലകളിലും നമ്മുടെ ഫിനാൻസ് കമ്മീഷൻ എല്ലാ ജില്ലകളിലും സിറ്റിങ്ങുകൾ നടത്തി തദ്ദേശ പ്രതിനിധികളോടും അതുപോലെ ഉദ്യോഗസ്ഥന്മാരോടും മറ്റ് വിദഗ്ധന്മാരോടും ഒക്കെയുള്ള, അതുപോലെ ഡിപ്പാർട്ട്മെൻറ്റുകളോടൊക്കെ വളരെ വിപുലമായിട്ടുള്ള കൺസൾട്ടേഷൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് തീരുമാനിച്ച് വരുന്നത്. ഈ ഒബ്ജക്റ്റീവായിട്ടുള്ള ഡേറ്റയുടെ അടിസ്ഥാനത്തിലാണ്. പക്ഷേ കാലത്തിനനുസരിച്ചുള്ള മാറ്റം വരണമല്ലോ. ഇപ്പോൾ ഈ പുതിയ 7ാമത് ധനകാര്യ കമ്മീഷൻ, ഞാൻ ചെയർമാനായിരിക്കുന്ന കമ്മീഷൻ, കേരളത്തിൽ വരുന്ന മാറ്റങ്ങൾ അത് ഈ ഡെവല്യൂഷൻ ഇക്വേഷനിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. ജനസംഖ്യ കൂടാതെ ജനസാന്ദ്രത, കാരണം നമ്മുടെ കേരളം വളരെ അർബനൈസ്ഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേറ്റാണ്. അപ്പോൾ ഈ ജനസാന്ദ്രത എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഈ അർബനൈസേഷൻ്റെ പാറ്റേൺ ഇവോൾവ് ചെയ്ത് വരുന്ന രീതിക്ക് അതിനെ നമ്മൾ വളരെ ഗൗരവമായി പരിഗണിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ജനസാന്ദ്രത, അതുപോലെ തന്നെ ഏജിങ്, ഡെമോഗ്രഫിക് ട്രാൻസിഷൻ, ഈ സ്പേഷ്യൽ ഡൈനമിക്സ് ഓഫ് ഡെവലപ്മെൻ്റ് ഉണ്ടല്ലോ, സ്ഥലപരമായിട്ടുള്ള ഒരു ചലനാത്മകതയുണ്ട്. ഈ വികസനത്തിൻ്റെ സ്ഥലപരമായ വിതരണം മാറിക്കൊണ്ടിരിക്കുകയാണ്. സ്പേഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡെവലപ്മെൻറ്റ് മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് ഏറ്റവും കൂടുതൽ നടക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അതിനെ നമ്മൾ കണ്ണു തുറന്ന് കാണേണ്ടതായിട്ടുണ്ട് ഇനിയുള്ള നമ്മുടെ ഡെവലപ്മെൻറ്റ് പോളിസിയിൽ. യഥാർത്ഥത്തിൽ നമുക്ക് ഒരു സ്റ്റേറ്റ് സ്പേഷ്യൽ പ്ലാൻ തന്നെ ആവശ്യമാണ് ഭാവിയിൽ. കാരണം ഇപ്പം ഡെവലപ്മെൻറ്റ് എപ്പോഴും ഈ വികസനത്തിൻ്റെ സ്ഥലപരത മാറ്റിമറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭൂമിശാസ്ത്രം പുനഃസൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വിഴിഞ്ഞം പോർട്ട് വരുന്നു. നമ്മുടെ തിരുവനന്തപുരം ജില്ലയുടെ മാത്രമല്ല, കേരളത്തിൻ്റെ തന്നെ ഭൂമിശാസ്ത്രം അത് മാറ്റി എഴുതും. സൗത്ത് ഇന്ത്യയുടെ ജിയോഗ്രഫി അത് മാറ്റി, സ്പേഷ്യാലിറ്റി മാറ്റി വരയ്ക്കപ്പെടുകയാണ്. അപ്പോൾ അതുകൂടെ നമ്മൾ ഈ ഡെവല്യൂഷൻ ഇക്വേഷൻസിലേക്ക് കൊണ്ടുവരാനുള്ള കോർപ്പറേറ്റ് ചെയ്യണം. ഈ കമ്മീഷൻ അത് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഡെമോഗ്രഫിക് ട്രാൻസിഷനും ജനസംഖ്യാ പരിണാമം അതിൻ്റെ പല ഡയമെൻഷനിലും മാറിക്കൊണ്ടിരിക്കുന്നു. ചിലയിടത്ത് യങ് പോപ്പുലേഷനുള്ള സ്ഥലമുണ്ട്, ഓൾഡർ പോപ്പുലേഷനുള്ള സ്ഥലമുണ്ട്. ഈ ഓൾഡർ പോപ്പുലേഷൻ എന്ന് പറയുമ്പം ഡിപ്പെൻഡൻറ്റ് പോപ്പുലേഷൻ വളരെ കൂടുതലാവുന്ന, ഓഫ് കോഴ്സ് അത് ഈ സിൽവർ എക്കണോമി എന്നൊക്കെ നമ്മൾ പറയും ഒരു ഘട്ടം വരെ. പക്ഷേ അതിന് ശേഷമുള്ള ഘട്ടങ്ങളിൽ നമ്മൾ ഈ ഓൾഡ് ഏജ് കെയറും അതുമായി ബന്ധപ്പെട്ട ഈ എക്കണോമി ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം അത് പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ഓഫ് കോഴ്സ് നമ്മുടെ ഈ വൾണറബിലിറ്റി, എൻവയോൺമെൻറ്റൽ വൾണറബിലിറ്റി, ഇങ്ങനെയുള്ള ഘടകങ്ങളെ നമ്മൾ ഈ ഡെവല്യൂഷൻ ഇക്വേഷൻസിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം തീർച്ചയായിട്ടും ഈ പുതിയ ഓരോ കമ്മീഷനും ഇത്തരം കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്ത് ഘടകങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. പുതിയ കമ്മീഷനിലും അത്തരം ചില ശുപാർശകൾ നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, നമ്മുടെ ഡെവല്യൂഷൻ, നമ്മൾ ഏറ്റവും കൂടുതൽ അധികാര വികേന്ദ്രീകരണം, ഉത്തരവാദിത്തങ്ങളും അധികാരങ്ങളും മാത്രമല്ല,
ഈ ഫിസിക്കൽ ഡെവല്യൂഷന് ഏറ്റവും കൂടുതൽ നടത്തിയിട്ടുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. നമ്മുടെ പിന്നെ ഈ നികുതി പിരിവിൻ്റെ ആഭ്യന്തര നികുതി പിരിവിൻ്റെ ഒരു 10-20% നമ്മളിപ്പം ഡിവോൾവ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് മുഴുവൻ നമ്മുടെ കണക്കിൽ വരുന്നില്ല. യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ ഈ ഫിസിക്കൽ ഡിസ്കഷനിൽ ധനവ്യവസ്ഥ സംബന്ധിച്ചുള്ള ഡിസ്കഷനിൽ എപ്പോഴും നമ്മൾ പരിഗണിക്കപ്പെടാതെ പോകുന്നൊരു കാര്യമാണ് നമ്മൾ ഇത്രയധികം പണം. അത് പ്ലാന് മാത്രമല്ല, താഴെ തട്ടിൽ പ്ലാൻ ഉണ്ടാക്കാൻ വേണ്ടി ഡിവോൾവ് ചെയ്യുന്നതെന്ന് മാത്രമല്ല, അവിടെ ശമ്പളം കൊടുക്കാനും അതുപോലെ തന്നെ മെയിൻ്റനൻസ് വർക്കിനും ഒക്കെയുള്ള ഡെവല്യൂഷൻ സംസ്ഥാന ഗവൺമെൻറ് നടത്തുന്നുണ്ട്. അപ്പോൾ പിന്നെ പക്ഷേ ഇതൊന്നും നമ്മൾ ഡെവല്യൂഷനായിട്ട് എല്ലാം കണക്കിലെടുക്കുന്നില്ല. അപ്പോൾ ഇപ്പം കർണാടക സംസ്ഥാനത്താണെങ്കിൽ അവർ പഞ്ചായത്തുകളിലെ സാലറി അതുപോലുള്ളതെല്ലാം അവർ ഡെവല്യൂഷൻ്റെ കണക്കിലാണ് പെടുത്തുന്നത്. അപ്പം ഇവിടെ അതിൻ്റെ ഒരു ഡെവല്യൂഷൻ അക്കൗണ്ടിങ്ങിലൊരു പ്രശ്നമുണ്ട്, അത് കറക്റ്റ് ചെയ്യുക. അങ്ങനെയുള്ള പല ഈ പിന്നെ ഡീസെൻട്രലൈസേഷനുമായി ബന്ധപ്പെട്ട് താഴെത്തട്ടിലെ ജനാധിപത്യവൽക്കരണവുമായി ബന്ധപ്പെട്ട് വളരെ ക്രിയേറ്റീവായിട്ടുള്ള പല നിർദ്ദേശങ്ങളും ഈ പിന്നെ കമ്മീഷൻ്റെ റിപ്പോർട്ടിൽ നിർദ്ദേശങ്ങൾ ഈ കമ്മീഷൻ റിപ്പോർട്ടിൽ ഉണ്ടാവും. ഉദാഹരണത്തിന് വേറൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മുടെ പിന്നെ മുനിസിപ്പൽ ജീവനക്കാർ 10-30 വർഷം സേവനം ചെയ്താലും അവരുടെ പെൻഷൻ്റെ കാര്യത്തിൽ വലിയ ഉറപ്പില്ല. അവർ പിന്നെ റിട്ടയർ ചെയ്യുന്ന മുനിസിപ്പാലിറ്റിയിൽ നിന്നാണ് അവർക്ക് പെൻഷൻ കൊടുക്കേണ്ടത്. അതുകൊണ്ട് ഇവരെല്ലാം പോയിട്ട് സാമാന്യ സാമ്പത്തിക സ്ഥിതിയുള്ള മുനിസിപ്പാലിറ്റി പോയി റിട്ടയർ ചെയ്യും. അപ്പോൾ ആ മുനിസിപ്പാലിറ്റിയും കുഴപ്പത്തിലാവും. ജീവനക്കാർക്ക് വലിയ അനിശ്ചിതത്വം, അവരുടെ പിന്നെ മറ്റ് സർക്കാർ ജീവനക്കാർക്കെല്ലാം നേരെ പെൻഷൻ കിട്ടുമ്പോൾ ഇവിടെ അത്തരം ചില പ്രശ്നങ്ങൾ ജീവനക്കാരുമായി ബന്ധപ്പെട്ട് അവരുടെ പിന്നെ പെൻഷനുമൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഈ കമ്മീഷനിൽ അത് അഡ്രസ്സ് ചെയ്യാനുള്ള ശ്രമമുണ്ട്. പിന്നെ ഒരുപക്ഷെ പിന്നെ സേതു ഈ ഫിനാൻഷ്യൽ ജേർണലിസത്തിൽ ഒരുപാട് പിന്നെ പാരമ്പര്യമുള്ള ആളെന്നുള്ള നിലയിൽ അങ്ങേക്ക് താല്പര്യം വരാവുന്ന ഒരു കാര്യം, നമ്മുടെ പിന്നെ സംസ്ഥാന ഗവൺമെൻറ് നമുക്കറിയാമല്ലോ, സംസ്ഥാന ഗവൺമെൻറ് നികുതി അധികാരങ്ങൾ ഇല്ല എന്ന് തന്നെ പറയാം. ആൾമോസ്റ്റ് ഇല്ല. അതെല്ലാവരും ഇപ്പം അംഗീകരിക്കുന്നതാണ്. GST ആണുള്ളത്. അത് പക്ഷേ നിരക്കുകൾ തീരുമാനിക്കുന്നത് നമ്മുടെ ധനമന്ത്രി അല്ല. നമ്മുടെ നിയമസഭയ്ക്കും അതിനകത്ത് വലിയ സയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പിന്നെ നികുതി ഒരു അധികാരം എന്നുള്ള നിലയിൽ സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് അത് നഷ്ടപ്പെട്ടു. പക്ഷേ പ്രാദേശിക ഗവൺമെൻറ്റുകൾക്ക് അങ്ങനെയല്ല. പ്രാദേശിക ഗവൺമെൻറ്റുകൾക്കും കുറേ നികുതി പോയി, എങ്കിലും അവശേഷിക്കുന്ന നികുതി വെച്ചിട്ട് നോക്കുമ്പം സംസ്ഥാന ഗവൺമെൻറ്റിനേക്കാളും ബയോയൻ്റായിട്ടുള്ള വളർച്ചാ സാധ്യതയുള്ള നികുതി ഇപ്പോൾ ലോക്കൽ ഗവൺമെൻറ്റ്സിനാണുള്ളത്. അവർ അതിലേക്ക് എങ്ങനെ എംപവർ ചെയ്യണം. അതിനകത്ത് പ്രോപ്പർട്ടി ടാക്സ് അടക്കമുള്ള, പ്രൊഫഷൻ ടാക്സ് അടക്കമുള്ള മറ്റ് ഒരുപാട് വരുമാന സ്രോതസ്സുകളുണ്ട്. ഈ വരുമാന സ്രോതസ്സുകളെ പിന്നെ മൊബിലൈസ് ചെയ്യത്തക്ക രീതിയിൽ നമ്മുടെ ടാക്സ് അഡ്മിനിസ്ട്രേഷൻ, ലോക്കൽ ടാക്സ് അഡ്മിനിസ്ട്രേഷൻ എംപവേർഡ് അല്ല. കാരണം അവർക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഇപ്പോഴുണ്ട്. പണം മേളിൽ നിന്ന് വരുന്നുണ്ട്, അതിലേക്ക് ഫോക്കസ്ഡാണ് അവർ. അവിടെയുള്ള ജീവനക്കാർ മുഴുവൻ സമയം പണിയെടുത്താലേ അവർക്ക് ഈ മേളിൽ നിന്ന് വരുന്ന പ്ലാൻ അടക്കമുള്ള കാര്യങ്ങൾ പിന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ റവന്യൂ മൊബിലൈസേഷനിൽ അതിൻ്റെ പൊട്ടൻഷ്യൽ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്നില്ല. യഥാർത്ഥത്തിൽ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ നികുതി പിരിവിനുള്ള അശക്തിയെ, അതിൻ്റെ ബലഹീനതയെ കോമ്പൻസേറ്റ് ചെയ്യാൻ യഥാർത്ഥത്തിൽ ലോക്കൽ ഗവൺമെൻറ്റ്സിൻ്റെ നികുതി കളക്ട് ചെയ്യാനുള്ള അധികാരം ഉപയോഗപ്പെടുത്താം. നികുതിദായകരെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിക്കാതെ തന്നെ ഈ സ്ഥിതിവിവര കണക്കുകൾ ശരിയാക്കുകയും ടാക്സ് അഡ്മിനിസ്ട്രേഷൻ നേരെയാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ വലിയ പിന്നെ പ്രതിഷേധമൊന്നും ഉണ്ടാവാത്ത രീതിയിൽ നികുതി കൂടുതൽ പിരിക്കാൻ കഴിയും. അതും അതിനുള്ള പ്രായോഗികമായിട്ടുള്ള നിർദ്ദേശങ്ങളും ഭരണപരമായിട്ടുള്ള മാറ്റങ്ങളും ഞങ്ങളുടെ കമ്മീഷൻ നിർദ്ദേശിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ലെവലിൽ നമ്മൾ ഗവൺമെൻറ്റിലേക്ക് അതിൻ്റെ റിപ്പോർട്ട് കൊടുത്തു. പക്ഷേ അതിൻ്റെ വളരെ പ്രായോഗികമായിട്ടുള്ള വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കമ്മീഷൻ ഈ സെപ്റ്റംബർ അവസാനിക്കുന്നതോടുകൂടി ഫൈനൽ റിപ്പോർട്ടൊക്കെ കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടെ അതൊക്കെ കൊടുക്കും. അപ്പോൾ അതിൽ ഈ ഇപ്പം ഡോക്ടർ ഹരിലാൽ പറഞ്ഞ ഒരു പ്രധാന പോയിൻ്റാണ്, അത് പലരും പറയുന്നുണ്ട്. അതായത് ഈ പ്രാദേശിക ഭരണകൂടങ്ങൾ, അതായത് നമ്മുടെ കോർപ്പറേഷനുകളെയും മുനിസിപ്പാലിറ്റികളെയും ഈവൻ പഞ്ചായത്തുകളെ അടക്കം ഫിനാൻഷ്യലി സെൽഫ് റിലയൻ്റ് ആവുന്ന നിലയിൽ അല്ലെങ്കിൽ എംപവർ ചെയ്യുന്ന നിലയിലുള്ള മാറ്റങ്ങൾ വേണമെന്നുള്ളത്. നമ്മളെപ്പോഴും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് പണം അങ്ങോട്ട് കൊടുക്കുന്നതിന് പകരം ഇവർക്ക് സ്വന്തം നിലയിൽ റിസോഴ്സസ് റേസ് ചെയ്യാൻ പറ്റുന്ന നിലയിൽ, അത് രണ്ട് രീതിയിൽ പറയുന്നുണ്ട്. ചിലർ പറയുന്ന മാർക്കറ്റിൽ നിന്ന് ബോണ്ടും മറ്റതൊക്കെ ആയിട്ട് മേടിക്കുക എന്ന് പറയുന്നതിൻ്റെ. അപ്പോൾ അതാണോ ഹരി ഇതിൽ ഉദ്ദേശിക്കുന്നത് പ്രധാനം? ഇതിൻ്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമുക്ക്
സംസ്ഥാന ഗവൺമെൻറ് ഇനി ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചാൽ പോലും നമ്മുടെ വിഭവ സമാഹരണ അധികാരങ്ങൾ വളരെ പരിമിതമാണ്. നികുതി പിരിക്കാനുള്ള അധികാരം വളരെ പരിമിതമാണ്. ഇപ്പോൾ ഏതെങ്കിലും മേഖലയെ സഹായിക്കാനോ അതല്ലെങ്കിൽ പിന്നെ നിരുത്സാഹപ്പെടുത്താനോ നികുതി ഉപയോഗിക്കാൻ കഴിയാത്ത രീതിയിൽ അധികാരമില്ലാത്തൊരു സ്ഥാപനമായിട്ട് സംസ്ഥാന ഗവൺമെൻറ് മാറിയിട്ടുണ്ട്. പക്ഷേ ലോക്കൽ ഗവൺമെൻറ് അങ്ങനെയല്ല. ലോക്കൽ ഗവൺമെൻറ്റിന് നികുതി അധികാരങ്ങൾ ഇപ്പോഴും ഉണ്ട്. അതിനെ കുറച്ചുകൂടെ ഡെവലപ്പ് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അതിന് നികുതി അധികാരം ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ ആവശ്യമാണ്. ഇപ്പം നമ്മൾ ബോറോ ചെയ്യുന്നതിനൊക്കെയുള്ള സാധ്യതയാണ്. പക്ഷേ അതിനേക്കാൾ എല്ലാം ഉപരി വലിയ സാധ്യത ഈ സംസ്ഥാന ഗവൺമെൻറ്റിന് അധികാരം നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കേരളത്തിന് പിടിച്ചു നിൽക്കാൻ വേണ്ട ഒരു കാര്യം ഈ പ്രാദേശിക ഗവൺമെൻറ്റുകളുടെ പിന്നെ നികുതി വരുമാന സാധ്യത നന്നായിട്ട് ഉപയോഗപ്പെടുത്തുക എന്നുള്ളത്. അതിലൂടെ നമുക്ക് പിന്നെ ഇപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് ചെയ്യാൻ പറ്റാത്ത, അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റാത്ത പല മേഖലകളിലും പിന്നെ പ്രാദേശിക ഗവൺമെൻറ്റുകൾക്ക് ഇടപെടാൻ കഴിയും. പക്ഷേ പ്രാദേശിക ഗവൺമെൻറ്റുകൾക്ക് രണ്ട് തരത്തിലുള്ള ശാക്തീകരണം വേണം. നികുതി പിരിക്കാനുള്ള പിന്തുണ അവർക്ക് വേണം, സ്ഥിതിവിവര കണക്കുകൾ, അഡ്മിനിസ്ട്രേറ്റീവായിട്ടുള്ള സപ്പോർട്ട്. അതോടൊപ്പം പിന്നെ ഈ പണം ഉപയോഗിച്ച് കാര്യങ്ങൾ ചെയ്യാനുള്ള ചില കഴിവുകളും കൂടെ കേപ്പബിലിറ്റി വേണം. ഒരു വലിയൊരു പ്രോജക്റ്റ്, പിന്നെ കൊച്ചി കോർപ്പറേഷൻ വലിയൊരു പ്രോജക്റ്റ്, ഒരു ഇൻ്റർനാഷണൽ ഡയമെൻഷനുള്ള ഒരു പ്രോജക്റ്റ് ഏറ്റെടുക്കാൻ ആഗ്രഹിക്കുന്നു. മറ്റ് രാജ്യങ്ങളിൽ അങ്ങനെ ലോക്കൽ ഗവൺമെൻറ്റ്സ് ഏറ്റെടുക്കുന്ന മോഡൽസൊക്കെ നോക്കി എടുക്കുന്നു. പക്ഷേ അതെടുക്കണമെങ്കിൽ അതിനുള്ള ഒരുപാട് വൈദഗ്ധ്യങ്ങൾ ആവശ്യമാണ്. ആ വൈദഗ്ധ്യങ്ങൾ അവർക്ക് ലഭിക്കുന്നതിനാവശ്യമായിട്ടുള്ള വിൻഡോസ് നമ്മൾ ഓപ്പൺ ചെയ്യേണ്ടി വരും. അത് ഒന്ന്, നമ്മുടെ സർവകലാശാലകൾ, നമ്മുടെ അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസും നമ്മുടെ ലോക്കൽ ഗവൺമെൻറ്റ്സും തമ്മിലുള്ള ഒരു ബന്ധവുമില്ല. അതെ അതെ അതെ, ആ ബന്ധം ഉണ്ടാക്കാൻ നോളജ് ഗ്യാപ്പ് വലിയതായിട്ട് ഉണ്ട്. ഇതുകൊണ്ട് ലോക്കൽ ഗവൺമെൻറ്റ്സിന് മാത്രമല്ല സഫർ ചെയ്യുന്നത്, ഈവൻ നമ്മുടെ യൂണിവേഴ്സിറ്റി സിസ്റ്റവും അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ സിസ്റ്റവും സഫർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നല്ലൊരു സ്പേഷ്യൽ പ്ലാൻ ഉണ്ടാക്കാനായിട്ട് നമ്മുടെ ഈ സ്പേഷ്യൽ പ്ലാനിങ് പഠിപ്പിക്കുന്ന എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ടാവും. അതിനു വേണ്ടിയിട്ടുള്ള വളരെ അഡ്വാൻസ്ഡ് ഡിപ്പാർട്ട്മെൻറ്റ് കാണും. പക്ഷേ അവർ തൊട്ടടുത്തുള്ള നഗരത്തിന് വേണ്ടി അത് ചെയ്യുന്നില്ല. അങ്ങനെ അതുപോലെ നികുതി പിരിവിൻ്റെ കാര്യത്തിൽ നമ്മുടെ പിന്നെ യൂണിവേഴ്സിറ്റികൾക്ക്, കോളേജുകൾക്ക് യഥാർത്ഥത്തിൽ അവർക്കൊരു കൺസൾട്ടൻസി സർവീസൊക്കെ അവർക്ക് കൊടുക്കുകയും ചെയ്യാം. ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ നികുതി പിരിവിൽ അവർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാം. അങ്ങനെ പിരിക്കണം എന്നുള്ളതിനെപ്പറ്റി ഒരു സർവേ ചെയ്ത് കൊടുക്കുക, ഡിജിറ്റൽ ഡേറ്റാബേസ് ഉണ്ടാക്കുക, അതിനൊക്കെ ഈ നമ്മുടെ കോളേജുകൾക്ക്, സർവകലാശാലകൾക്ക് തിരിച്ചും സഹായിക്കാൻ പറ്റും. അപ്പോൾ അതല്ലെങ്കിൽ ചില കാര്യത്തിൽ ചിലപ്പം വലിയൊരു കൺസൾട്ടൻസി ആവശ്യമായിട്ട് വരും. അപ്പോൾ അത് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള അധികാരങ്ങൾ അല്ലെങ്കിൽ മറ്റ് ഹെൽപ്പ് പ്രാദേശിക ഗവൺമെൻറ്റുകൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ അധിക വരുമാനം ഉണ്ടാവുന്നതിന് ഏറ്റവും ഫലപ്രദമായിട്ട് വിനിയോഗിക്കാൻ കഴിയും. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ ശരിക്കും ഞങ്ങൾ വളരെ വിശദമായി പഠിക്കുമ്പോൾ ഞങ്ങൾ കാണുന്നത് കേരളത്തിലെ പല മുനിസിപ്പാലിറ്റികളും ചില ഗ്രാമപഞ്ചായത്തുകളും അവർക്ക് വളരെ അധികം ആഭ്യന്തര വരുമാനം സൃഷ്ടിക്കാൻ പറ്റുന്നുണ്ട്. വലിയ എഫർട്ടൊന്നും ഇല്ലാതെ തന്നെ വലിയ വരുമാനം ഉണ്ട്. അവരിൽ പലരും അധികമായിട്ടുള്ള വരുമാനം ഫിക്സഡ് ഡിപ്പോസിറ്റൊക്കെ ആയിട്ട് അവിടെ ഇവിടെ ഇടുന്ന പ്രവണതയുണ്ട്. അത് വൻതോതിലുണ്ട്. ശരിക്കും നിങ്ങളുടെ നാട്ടിനടുത്തൊക്കെ അങ്ങനെയുള്ള മുനിസിപ്പാലിറ്റികളും കൊച്ചി എറൗണ്ട് ഉണ്ട്. അവർ പണം അങ്ങനെ പാർക്ക് ചെയ്യുന്നതിൻ്റെ അനുഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പം പക്ഷേ അത് ഇപ്പം അത് സാധാരണ രീതിയിൽ ചിലവഴിക്കാൻ പോയാൽ അത് തെറ്റായ രീതിയിലുള്ള ചിലവഴിക്കലേക്ക് പോകത്തുള്ളൂ. കാരണം പോകും. അതെ, അവർക്ക് പെട്ടെന്ന് ചിലവഴിക്കാൻ കഴിയാത്ത രീതിയിൽ ഉള്ള പണം അവരുടെ ലഭ്യമായിട്ടുള്ളതിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ അവരെ ഏറ്റവും യൂസ്ഫുള്ളായിട്ട് ആ പണം ഉപയോഗിക്കത്തക്ക രീതിയിലുള്ള പിന്നെ ആൾട്ടർനേറ്റീവ് യൂസസ്, അതിൻ്റെ ജനോപകാരപ്രദമായിട്ടുള്ള വലിയ പ്രോജക്റ്റുകളൊക്കെ എടുക്കാൻ അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കണം. അതാണ് ഈ പറഞ്ഞ കൺസൾട്ടൻസി, അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിനുമായിട്ടുള്ള പിന്നെ ലിങ്ക്. അതിലൂടെ അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിനും ഗെയിൻ ചെയ്യാൻ പറ്റും. കാരണം അവരുടെ അധ്യാപകർക്കും റിസർച്ചേഴ്സിനും സ്റ്റുഡൻസിനും പ്രായോഗികമായ ജീവിതത്തിൻ്റെ പിന്നെ അനുഭവങ്ങൾ അവർക്ക് അവരുടെ അക്കാഡമിക് പഠനങ്ങളിൽ ഉപയോഗിക്കാം. ഒരർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഇത് ഒരു ഡീസെൻട്രലൈസേഷൻ്റെ ഒരു നെക്സ്റ്റ് ഫേസ് കൂടെയാണെന്ന് വേണമെങ്കിൽ പറയാം. ഷുവർ വലിയ സ്കോപ്പുണ്ട്. നമുക്ക് പിന്നെ സംസ്ഥാന ഗവൺമെൻറ്റിന് ഒരുപാട് പരിമിതിയുണ്ട്. സംസ്ഥാന ഗവൺമെൻറ്റിന് ഇപ്പം എന്തെല്ലാം അഭ്യാസം കാണിച്ചാലും വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് വലിയ പരിമിതിയുണ്ട്. അതുകൊണ്ടാണല്ലോ ഈ കിഫ്ബി പോലുള്ള ആൾട്ടർനേറ്റീവ്സിലേക്ക് കേരളം പോകേണ്ടി വന്നത്. പക്ഷേ പ്രാദേശിക ഗവൺമെൻറ്റുകൾക്ക്
ഇപ്പോൾ ബോറോയിങ്ങിൻ്റെയും അതുപോലെ തന്നെ ക്യാപിറ്റൽ മൊബിലൈസേഷൻ റൂട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഈ ഓൺ റിസോഴ്സസ് നല്ല രീതിയിൽ വർദ്ധിപ്പിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ മറ്റേ റൂട്ടിലേക്ക് പോകാൻ കൂടുതൽ എളുപ്പമായിരിക്കും. ഉണ്ട്, അതിനുണ്ട്. കാരണം വെച്ചാൽ മറ്റേ റൂട്ടിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അത് ഒരുപാട് ഫിസിക്കൽ ഡിസിപ്ലിൻ ആവശ്യമായിട്ടുള്ളതാണ്. ഞങ്ങൾ തീർച്ചയായിട്ടും ബോറോയിങ്ങിനെയും അതുപോലെ തന്നെ പിന്നെ ബോണ്ടിനെയും പിന്നെ പ്രൊമോട്ട് ചെയ്യുന്നത് വെച്ചാൽ അതിനുള്ള ഒരു സാധ്യത കൂടി ഓപ്പൺ ചെയ്യണമെന്ന് ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് വലിയ പിന്നെ പ്രോപ്പറായിട്ടുള്ള ഒരു റെഗുലേറ്ററി മെക്കാനിസത്തിൻ്റെ കൂടെ ആയിരിക്കണം. കാരണം അതിൽ ബോറോ ചെയ്യാനും ബോണ്ട് ഇഷ്യൂ ചെയ്യാനും ശേഷിയുള്ള പഞ്ചായത്തുകൾക്കും മുനിസിപ്പാലിറ്റികൾക്കും യഥാർത്ഥത്തിൽ ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. കാരണം അവരുടെ ഓൺ റിസോഴ്സസ് വെച്ച് തന്നെ അവരുടെ കാര്യങ്ങൾ നടത്താനുള്ള പണം ഉണ്ട് അവിടെ. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഗ്രാൻഡ് ഓഫ് കോഴ്സ് അതുമുണ്ട്. അതിന് മേളിൽ പിന്നെ ബോണ്ട് ഇഷ്യൂ ചെയ്ത് വലിയ പൈസ ഉണ്ടാക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇപ്പോൾ കൊച്ചി ലാർജർ കൊച്ചി ഏരിയയിൽ വേണ്ട വലിയ പ്രാദേശിക ജനസമൂഹത്തിനും പൊതുവേ കേരള സമൂഹത്തിനും ആവശ്യമായിട്ടുള്ള വലിയ പ്രോജക്റ്റുകൾ ഏറ്റെടുക്കാൻ ഒരുപക്ഷെ കൊച്ചി നഗരസഭയ്ക്കും അതുപോലെ ചുറ്റുമുള്ള മുനിസിപ്പാലിറ്റിയോട് ചേർന്നാൽ പറ്റും. അത്തരം ഒരു പ്രോജക്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഗ്ലോബൽ ഇൻ്റർനാഷണൽ സ്റ്റേഡിയം പോലുള്ള സംഭവം അങ്ങനെയുള്ളൊരു പ്രോജക്റ്റിന് വേണ്ടി വേണമെന്നുണ്ടെങ്കിൽ ബോറോ ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നതിനോ തികച്ചും നല്ല ന്യായീകരണമുണ്ട്. ഇപ്പം നമ്മുടെ ഉദാഹരണത്തിന് ട്രാൻസ്പോർട്ട് ഹബ്ബ് പോലെ ഒരു സാധനം വേണമെന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാം. അതിപ്പോഴും അങ്ങനെ ഒരു സംസ്ഥാന ഗവൺമെൻറ്റിന് ബജറ്റിൽ പൈസ വെച്ചിട്ട് കൊടുക്കാൻ എളുപ്പമല്ല. പിന്നെ അല്ലെ കിഫ്ബി വഴിയുള്ള റൂട്ട് പോലുള്ളത് പറ്റത്തുള്ളൂ. കിഫ്ബിയുടെ കാര്യത്തിൽ എന്താണ്, കിഫ്ബി വഴി വായ്പ എടുക്കുന്നതെല്ലാം സംസ്ഥാനത്തിൻ്റെ വായ്പയായിട്ട് കണക്കാക്കുക. അപ്പോൾ അതിൻ്റെ ഒരു ഒറിജിനൽ പർപ്പസ് ഏതാണ്ട് ഇല്ലാതായി. പക്ഷേ പിന്നെ ലോക്കൽ ഗവൺമെൻറ്റ്സ് വായ്പ എടുത്താൽ ഇതുപോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി വളരെ കൃത്യമായ പ്രോജക്ട്സിന് വേണ്ടിയിട്ട് വായ്പയോ അല്ലെങ്കിൽ ബോണ്ട് ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ അതിന് അനുവദിക്കുകയാണെങ്കിൽ അവിടെ തന്നെ ഒരു ഇൻകം ജനറേറ്റിംഗ് ആയിട്ടുള്ള സാധ്യതയുണ്ട്. അതുപോലെ ഈ ബോറോയിങ് സംസ്ഥാനത്തിൻ്റെ ബോറോയിങ് ലിമിറ്റിൽ വരില്ല. ഇനി ഭാവിയിൽ അങ്ങനെ അപകടം ഉണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ട് ഗവൺമെൻറ്റാണ്. പിന്നെ അപ്പോൾ അതുകൊണ്ട് ലോക്കൽ ഗവൺമെൻറ്റിന് ഒരു ഭരണഘടനാപരമായ എക്സിസ്റ്റൻസ് ഉണ്ട്. അതുകൊണ്ട് ഇതിനെ രണ്ടുപേരെയും അങ്ങോട്ട് ലിങ്ക് ചെയ്യാൻ പറ്റത്തില്ല. എന്ന് മാത്രമല്ല ഇപ്പം പിന്നെ സെൻട്രൽ ഗവൺമെൻറ് ഈ മുനിസിപ്പൽ ബോണ്ടും ബോറോയിങ്സിനെയൊക്കെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ സബ്സിഡൈസ് ചെയ്യുന്നുണ്ട് അങ്ങനെ പോകുന്നതിന്. തീർച്ചയായിട്ടും ഈ ക്യാപിറ്റൽ മാർക്കറ്റിലേക്ക് ഇറങ്ങുന്നതിന് അതിൻ്റേതായ റിസ്ക് ഉണ്ട്. പ്രോപ്പറായിട്ടുള്ള റെഗുലേറ്ററി മെക്കാനിസത്തിലൂടെ അത് അനുവദിക്കാവൂ. അതുപോലെ തന്നെ ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ അവരുടെ ദൈനംദിന ആവശ്യങ്ങൾ നടത്തുന്നതിന് അവരുടെ സാമ്പ്രദായികമായ പരമ്പരാഗത ആവശ്യങ്ങൾക്ക് വേണ്ടി അങ്ങനൊരു ആവശ്യമില്ല. പക്ഷേ വളരെ ഇന്നോവേറ്റീവായിട്ടുള്ള വലിയ മെഗാ പ്രോജക്ട്സ് കമ്പൈൻഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഈ ലാർജ് സ്കെയിൽ കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നല്ല പ്ലാനിങ്ങോടുകൂടി അത്തരം സാധ്യതയുണ്ട്. ഒരർത്ഥത്തിൽ അത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ടോപ്പ് ഡൗൺ എന്നുള്ളതിന് പകരം ഒരു ബോട്ടം അപ്പ് അപ്രോച്ച് എന്ന് വേണമെന്നുണ്ടെങ്കിലും പറയാം. കാരണം ഈ തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിൽ നിന്നെല്ലാം തീരുമാനിച്ച് വരണ്ട, താഴെത്തട്ടിൽ നിന്ന് വേണമെന്നുണ്ടെങ്കിൽ ഐഡിയാസും പ്രൊജക്ട്സും ജനറേറ്റ് ചെയ്യാൻ ഇപ്പോഴത്തെ സ്ഥിതിക്ക് നമ്മുടെ മുനിസിപ്പാലിറ്റികൾക്കും ഈവൻ കോർപ്പറേഷൻസിന് പോലും അതിനുള്ള എക്സ്പെർട്ടൈസോ പിന്നെ അതുപോലെ മാൻ പവറോ ഇല്ല. അവിടെയാണ് ഇപ്പോൾ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റികൾ, എഞ്ചിനീയറിംഗ് കോളേജസ്, മറ്റ് അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, IIMs ഒക്കെ ഉണ്ട്. അപ്പം അവരുടെയും കൂടെ പിന്തുണയിൽ അതുപോലെ തന്നെ ചില കേസുകളിൽ അല്ലാതെയുള്ള കൺസൾട്ടൻസീസ് ആവശ്യമായിട്ട് വരാം. അങ്ങനെയുള്ള വലിയ പ്രോജക്റ്റുകൾ സംസ്ഥാന ഗവൺമെൻറ്റിന് പോലും ചിലപ്പോൾ ഒരുപക്ഷെ ഏറ്റെടുക്കാൻ പറ്റാത്ത, എന്നാൽ സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ പാർട്ടിസിപ്പേഷനോടുകൂടി അത്തരം പ്രോജക്റ്റുകൾ ഏറ്റെടുക്കാൻ കഴിയും, ലോക്കൽ ഗവൺമെൻറ്റ്സിന് കഴിയും. അതിനു വേണ്ടിയിട്ട് അഡീഷണൽ ആയിട്ടുള്ള പണം മൊബിലൈസ് ചെയ്യാൻ പറ്റും. കാരണം സംസ്ഥാന ഗവൺമെൻറ് ഇത് പലപ്പോഴും കഴിയുന്നില്ല. കാരണം ഈ പലതരത്തിലുള്ള റെസ്ട്രിക്ഷൻസ് ഉള്ളതുകൊണ്ട്. ഒന്നാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത്തരം കാലത്ത് ഈ സാമ്പത്തിക ശാസ്ത്ര പഠനമൊക്കെ ഒരു വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ, ഗവേഷകർ എന്നുള്ള നിലയിൽ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ലോകത്തെല്ലാം ഇപ്പം OECD രാജ്യങ്ങളാണേലും ചൈനയാണെങ്കിലും വളർന്നു വരുന്ന രാജ്യങ്ങളാണേലും അവിടെ എല്ലാം ഈ ഭരണകൂടത്തിൻ്റെ ഗവൺമെൻറ്റിൻ്റെ ഒരു വളരെ സജീവമായ പങ്കാളിത്തത്തോടുകൂടിയാണ് വികസനം നടക്കുന്നത്. അപ്പം OECD രാജ്യങ്ങളിൽ ഏകദേശം 50% മൊത്തം ആഭ്യന്തര ഉൽപ്പാദനത്തിൻ്റെ 50% നികുതിയായിട്ട് പിരിച്ചെടുക്കുക. 45-50% നികുതിയായിട്ട് പിരിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ എന്ത് റേറ്റിലാണ് നികുതി അവർ പിരിക്കുന്നത്? അങ്ങനെ പിരിച്ചിട്ട് അതിനേക്കാളും കൂടുതൽ കടവും കൂടെ എടുത്ത് അവർ ചിലവാക്കുന്നുണ്ട്.
എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഈ പശ്ചാത്തല സൗകര്യങ്ങൾ, ഗവേഷണം ഇതിലെല്ലാം ഗവൺമെൻറ് ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. ഗവൺമെൻറ് ചെയ്യുന്നു, കമ്പനികളെ സഹായിക്കുന്നു. ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനം കമ്പനികളെ ഇല്ലാതാക്കുകയല്ല, സ്വകാര്യ എൻ്റർപ്രനിയേഴ്സിനെ ഇല്ലാതാക്കുകയല്ല. ഇപ്പം ഈ വലിയ ഹൈടെക് കമ്പനികളെന്ന് പറയുന്ന കമ്പനികൾ, എലോൺ മസ്കിനെയും ആ വലിയ മില്യനേഴ്സിനെയും ട്രില്യനേഴ്സിനെയും ഒക്കെ അമേരിക്ക സഹായിക്കുന്നു, അമേരിക്കൻ ഗവൺമെൻറ് സഹായിക്കുന്നു. അതെ അതെ, ഏറ്റവും കൂടുതൽ ഫെഡറൽ ഫണ്ടിങ് കിട്ടുന്ന ഒരു സ്ഥാപനം മസ്കിൻ്റെ സ്ഥാപനമാണ്. അതെ, സബ്സിഡി പോലെ ആയിട്ട്. അപ്പോൾ ഇവർ ഈ ഗവൺമെൻറ് വളരെ വലുതാണ് ഈ രാജ്യങ്ങളിൽ. ഗവൺമെൻറ് നടുക്ക് നിന്ന് നേതൃത്വപരമായ പങ്ക് വഹിക്കുന്നുണ്ട്. പണം അവർ മൊബിലൈസ് ചെയ്യുന്നു, കടമെടുക്കുന്നു, ചിലവാക്കുന്നു. ചൈന അതാ ചെയ്യുന്നത്, OECD രാജ്യങ്ങൾ അതാ ചെയ്യുന്നത്, കൊറിയ അതാണ് ചെയ്യുന്നത്. നമ്മുടെ രാജ്യത്ത് മാത്രം ഇത് ഒരുപാട് വിദഗ്ധന്മാർ നമ്മളെ അഡ്വൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സർക്കാർ ചെറുതായി പോകണം, സർക്കാർ കടമെടുക്കരുത്, സർക്കാർ നികുതിയും പിരിക്കരുത്. അപ്പോൾ ബാങ്കിൽ ഇടുന്ന പൈസ, ജനങ്ങൾ സേവ് ചെയ്ത് ബാങ്കിലിടുന്ന പൈസ, അത് കോർപ്പറേറ്റുകൾക്ക് ബോറോ ചെയ്യാം, എന്നിട്ട് അവർക്ക് കൊടുക്കാതിരിക്കാം. നമ്മുടെ നാട്ടിൽ ഓരോ 5 വർഷം കൂടുമ്പോൾ ഉണ്ടാകുന്ന വലിയ സ്കാമുകൾ ബാങ്കുകളുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അവരിലൂടെ നഷ്ടപ്പെടുന്ന പൈസയുടെ 1/4 പോലും ഈ നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് അവിടുന്ന് ബോറോ ചെയ്യുന്നില്ല. പക്ഷേ ഇത് എക്സ്ക്ലൂസീവായിട്ട് ഇത് ഈ രാജ്യത്തെ സേവിങ്സ് മുഴുവൻ ഈ സ്പെക്കുലേറ്റീവ് മാർക്കറ്റിലേക്ക് ഇറക്കാൻ വേണ്ടി വിട്ടുകൊടുക്കണം എന്നുള്ള ശാഠ്യം വേണ്ടല്ലോ. നമ്മുടെ ഗവൺമെൻറ്റുകൾ കൂടുതൽ സജീവമായിട്ട് ഈ സമ്പദ്ഘടനയിൽ ഇടപെടുന്നത് അത് സ്വകാര്യ എൻ്റർപ്രൈസസിനെ തളർത്താനല്ല, സ്വകാര്യ എൻ്റർപ്രൈസുകളെ അവരുടെ ഇനിഷ്യേറ്റീവ്സിനെ മാക്സിമം സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഭരണകൂടം ഇടപെടണം. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഈ ലോക്കൽ ഗവൺമെൻറ്റ്സ് ഇപ്പം പറഞ്ഞതുപോലെ ഈ ബോട്ടം അപ്രോച്ച് പ്രാദേശിക തലത്തിൽ തന്നെ 2-3 പ്രാദേശിക ഗവൺമെൻറ്റുകൾ ഒരുമിച്ച് വന്ന് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഗൈഡൻസിൽ വേണ്ടത്ര മറ്റ് എംപവേർഡ് ആയിട്ടുള്ള സപ്പോർട്ടുകൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വലിയ ഇൻ്റർവെൻഷൻസ് സാധ്യമാണ് നമ്മുടെ ലോക്കൽ ഗവൺമെൻറ്. ഇതിൽ നേരത്തെ തന്നെ ഡോക്ടർ ഹരിലാൽ തന്നെ ചൂണ്ടിക്കാണിച്ച ഒരു സാധനം ഉണ്ടായിരുന്നു. നമുക്കിപ്പം യൂണിയൻ ഫിനാൻസ് കമ്മീഷൻ അവരുടെ ഡെവല്യൂഷനിൽ നമുക്ക് ഒരു ഹയർ ഇത് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ വേറൊരു റെക്കമെൻഡേഷൻ, അതായത് കേരളത്തിൻ്റെ പോപ്പുലേഷനെ ഒരു അർബൻ പോപ്പുലേഷനായിട്ട് അവർ ഡിഫൈൻ ചെയ്യുകയും അപ്പോൾ അതിൻ്റെ നിലയിൽ ഈ അലോക്കേഷൻ നടത്തണമെന്ന് പറയുന്നു. പക്ഷേ ഈ ഫിനാൻസ് കമ്മീഷൻ്റെ ഡെഫിനിഷനും നമ്മുടെ അർബൻ സ്പേഷ്യൽ ഡെഫിനിഷനും തമ്മിലുള്ള ഒരു ഇതുണ്ടല്ലോ, അതിനെ എങ്ങനെ നമുക്ക് വളരെ വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്. പുതിയ ഗവൺമെൻറ് മുമ്പിലുള്ള വലിയൊരു ചലഞ്ചുമാണ്. വളരെ ലളിതമായിട്ടുള്ള കാര്യമാണ്. കേരളം വളരെ അർബനൈസ്ഡ് ആയിട്ടുള്ളൊരു സംസ്ഥാനമാണ്, അത് ശരിയാണ്. പക്ഷേ അവർ ഈ 2026 പ്രൊജക്ഷൻസ് വെച്ചിട്ട് പ്രൊജക്ഷൻസ് വെച്ചില്ല. നമ്മുടെ സെൻസസ് 2011 സെൻസസ് അല്ലേ. അതെ. നമ്മുടെ മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷൻ ഉണ്ടാക്കിയിരിക്കുന്നത് അതിനൊക്കെ മുമ്പിലാണ്. സ്പെഷ്യൽ അറേഞ്ച്മെന്റ് അങ്ങനെയാണ്. അപ്പോൾ നമ്മളൊരു 25% താഴെ മാത്രമേ നമ്മുടെ പോപ്പുലേഷൻ ഈ മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനും ഉള്ളൂ. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് അനുവദിച്ചിരിക്കുന്ന പണത്തിൻ്റെ 83% ഈ മുനിസിപ്പാലിറ്റികൾക്കും കോർപ്പറേഷനുകൾക്കും കൊടുക്കേണ്ടി വരും. കാരണം അർബൻ പോപ്പുലേഷൻ എന്ന് പറഞ്ഞിട്ടാണ് തന്നിരിക്കുന്നത്. അർബൻ ലോക്കൽ ഗവൺമെൻറ്റ്സിനെ അത് കൊടുക്കാൻ പറ്റൂ. അപ്പോൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവർ തന്നിരിക്കുന്ന പൈസ മുഴുവനായിട്ടും ഈ എക്സിസ്റ്റിംഗ് അർബൻ ലോക്കൽ ഗവൺമെൻറ്റ്സിന് കൊടുക്കണം. റൂറൽ ലോക്കൽ ഗവൺമെൻറ്റ്സിന് അവർ പൈസ കൊടുക്കാൻ കാര്യമായിട്ട് തന്നിട്ടില്ല. അപ്പോൾ ഇതൊരു വലിയൊരു ഡിസിക്ലിബ്രിയം നമ്മുടെ ഈ ലോക്കൽ ഫിനാൻസിൽ ഉണ്ടാക്കുന്നുണ്ട്. അത് പരിഹരിക്കുന്നതിനാവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നമ്മൾ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. അത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പരിഗണനയിലാണ്. പക്ഷേ ഇത് അങ്ങനെ ചെയ്താൽ പോലും ഇത് കുറച്ച് സമയമെടുക്കും ഇതിന് ഇതായിട്ട് വരാനായിട്ട്. ഒന്ന് നമുക്ക് നമ്മുടെ മുനിസിപ്പാലിറ്റികളുടെ എണ്ണം വർദ്ധിപ്പിക്കേണ്ടതായിട്ടുണ്ട്. കാരണം നമ്മുടെ പോപ്പുലേഷൻ ഏകദേശം എല്ലായിടത്തും അർബനാണ്. ഈ 83% ഒന്നും ഇല്ലെങ്കിലും 82% ഇല്ലെങ്കിലും ഒരു 70% മേളിലോളം എറൗണ്ട് ദാറ്റ് നമ്മുടെ അർബൻ പോപ്പുലേഷനാണ്. അപ്പോൾ കൂടുതലും മുനിസിപ്പാലിറ്റികൾ ഉണ്ടാവണം. ആ മുനിസിപ്പാലിറ്റികൾ ഉണ്ടാവുമ്പം എങ്ങനെയാണ് അവ ഉണ്ടാവേണ്ടത്, അതിൻ്റെ ഡീലിമിറ്റേഷനും അത് ഒരു ശാസ്ത്രീയമായിട്ടുള്ള ഒരു ലോക്കൽ ഗവൺമെൻറ് പുനർവിഭജനമൊക്കെ നടത്തി കൂടുതൽ നഗരസഭകൾ അതുപോലെ തന്നെ നമ്മുടെ സിറ്റി കോർപ്പറേഷനുകളും അതിൻ്റെ സ്വഭാവം മാറ്റേണ്ടതായിട്ടുണ്ട്. പക്ഷേ നമുക്ക്
അതിനു വേണ്ടിയിട്ട് അവർ കുറച്ച് പൈസ വെച്ചിട്ടുണ്ട് ഈ യൂണിയൻ ഫിനാൻസ് കമ്മീഷൻ ഈ അത് അർബൻ ട്രാൻസിഷന് വേണ്ടിയിട്ട്. പക്ഷേ അർബൻ ട്രാൻസിഷന് വേണ്ടിയിട്ട് ഉള്ള പൈസ എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ റീഅറേഞ്ച്മെൻറ്റ് നടത്തണം. നമ്മുടെ ഇലക്ഷൻ ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ. അപ്പം ഇപ്പോഴുള്ള നമ്മുടെ ഇലക്റ്റഡ് ലോക്കൽ ബോഡീസിന് നമുക്ക് അവരെ ഡിസ്റ്റർബ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് അടുത്ത ലോക്കൽ ബോഡി ഇലക്ഷന് മുമ്പ് നമ്മൾ മുനിസിപ്പാലിറ്റികളുടെ എണ്ണം കൂട്ടുക, കോർപ്പറേഷനുകളെ പുനർഡിഫൈൻ ചെയ്യുക, അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തുകളൊക്കെ അങ്ങനെ റീഓർഗനൈസ് ചെയ്യേണ്ടി വരും. അങ്ങനെ അടുത്ത ഇലക്ഷൻ കഴിയുമ്പോഴത്തേക്ക്, അടുത്ത ഇലക്ഷൻ വരുമ്പോഴത്തേക്ക് ഇത് പൂർണ്ണമായിട്ടും ഇതെല്ലാം ചെയ്തിട്ട് ഇലക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് പുതിയ ഒരു ലോക്കൽ ഗവൺമെൻറ് സിസ്റ്റത്തിലേക്ക് പോകാൻ പറ്റും. കാരണം ഇത് ലോങ് ഓവർ ഡ്യൂ ആണ്. നമുക്ക് നമ്മുടെ ഈ അർബനൈസേഷൻ്റെ പ്രോസസ്സ് അങ്ങനെ മുമ്പോട്ട് പോയിരിക്കും. എന്തായാലും അതിൻ്റെ ഒരു ശരിയായ ഒരു ശാസ്ത്രീയമായ രീതിയിൽ നടപ്പിലാക്കണമെന്നുണ്ടെങ്കിൽ തന്നെ 2-3 വർഷം എടുക്കും. അത് ഇപ്പോഴേ നമ്മൾ തുടങ്ങേണ്ട ഒരു പ്രോസസ്സാണ്. അതെ. അതിനുവേണ്ടി പ്രത്യേകമായിട്ടൊരു എക്സ്പെർട്ട് ഗ്രൂപ്പും ഒക്കെ അതിൻ്റെ ഇപ്പോൾ ഈ പുതിയ സെൻസസ് വരാൻ പോവുകയാണ്. അതെ. അപ്പോൾ നമുക്ക് നമ്മുടെ പോപ്പുലേഷൻ എവിടെയൊക്കെ എങ്ങനെയാണ് വിതരണം ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതിൻ്റെ തികച്ചും ധാരണ കിട്ടും. അപ്പോൾ പുതിയ സെൻസസ് വന്നു കഴിഞ്ഞാൽ അപ്പം മുതൽ നമ്മൾ ആ സെൻസസ് ഫിഗേഴ്സിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അതുപോലെ തന്നെ നമ്മുടെ ഡെവലപ്മെൻറ്റ്, നമ്മുടെ ഒരു സ്പേഷ്യൽ ഡെവലപ്മെൻറ്റ് പാറ്റേണും അവിടെയൊക്കെ നോക്കിയിട്ട് നമ്മൾ ഈ നമ്മുടെ ലോക്കൽ ബോഡീസിനെ പുനഃക്രമീകരിക്കേണ്ടി വരും. അതിനുള്ള ഒരു പണി നമ്മൾ തുടങ്ങണം. കാരണം നമ്മൾ ഈ അർബനൈസേഷൻ പ്രോസസ്സ് നമ്മുടെ സംസ്ഥാനത്ത് നേരത്തെ തുടങ്ങിയെങ്കിലും അതിനനുസരിച്ച് നമ്മളൊരു മാറ്റം കൊണ്ടുവന്നില്ല. അത് നമ്മളെ ബാധിച്ചു. ഇപ്പം തിരുവനന്തപുരത്താണെങ്കിലും കൊച്ചിയിലൊക്കെ ആണെങ്കിലും ഉള്ള ഫ്ലാഷ് ഫ്ലഡ്സും അതുപോലെ തന്നെ ഡ്രെയിനേജ് ക്രൈസിസ് അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. പക്ഷേ അത് കാരണം നമ്മൾ ഈ രീതിയിലുള്ള മാറ്റത്തെ നമ്മൾ ഈ അർബൻ പ്രോസസ്സിനെ നമ്മൾ വേണ്ടത്ര ഉൾക്കൊണ്ടില്ല. പക്ഷേ നമ്മൾ വളരെ വേഗത്തിൽ അതിനോട് ക്യാച്ചപ്പ് ചെയ്തു. നമ്മളിപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ സാനിറ്റേഷൻ ക്ലീൻലിനെസ്സിനൊക്കെ നമ്മൾ വളരെ മെച്ചപ്പെട്ട നിലയിൽ തന്നെയാണുള്ളത്. പക്ഷേ അത് ഇനിയും വേഗത്തിൽ മുമ്പോട്ട് കൊണ്ടുപോകണം. കാരണം ഈ വിഴിഞ്ഞം പോലെയുള്ള അതുപോലെ തന്നെ കൊച്ചിയിലൊക്കെ തന്നെ വരുന്ന ഡെവലപ്മെൻറ്റ്, കൊച്ചി മാത്രമല്ല മലബാറിലും അതുപോലുള്ള വലിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മുടെ റൂറൽ ഗവൺമെൻറ്റ്സിൻ്റെ റൂറൽ അഡ്മിനിസ്ട്രേഷൻ്റെ ഒക്കെ ഘടനയും രീതിയും ഒക്കെ മാറ്റിയെടുക്കേണ്ടതുണ്ട്. അതായത് ഗവേണൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ എല്ലാം സ്വഭാവം മാറ്റണം. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്ന് വെച്ചാൽ ഈ ലോക്കൽ ഗവൺമെൻറ് സിസ്റ്റത്തിലാണ് വരേണ്ടത്. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ മൊത്തം സംവിധാനങ്ങളിൽ മാറ്റം വരുത്തണം. പക്ഷേ അതിലേറ്റവും ക്രൂഷ്യലായിട്ടുള്ളത് നമ്മുടെ ലോക്കൽ ഗവൺമെൻറ്റ്സ് ആണ്. ആ കാര്യത്തിൽ നമുക്ക് യഥാർത്ഥത്തിൽ നമ്മുടെ ഈ ജനകീയാസൂത്രണത്തിൻ്റെ അനുഭവം വളരെ നല്ല ഒരു അഡ്വാൻറ്റേജ് നമുക്ക് നൽകുന്നുണ്ട്. ആൾക്കാർക്ക് ഒരു പാർട്ടിസിപ്പേഷനൊക്കെ ഉണ്ടല്ലോ. ഇപ്പം യഥാർത്ഥത്തിൽ ഈ ഓവർ സെൻട്രലൈസേഷൻ ഇന്ത്യയിൽ ബാധിക്കുന്ന ഒരു പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഭരണകൂടം മുമ്പിൽ നിന്ന് ഇൻവെസ്റ്റ് ചെയ്താണ് മറ്റ് രാജ്യങ്ങൾ പോകുന്നത്. ഇവിടെ ഭരണകൂടം ചെറുതാവുന്നതിൽ ഓവർ ടൈം സ്റ്റേറ്റിൻ്റെ വലിപ്പം, ഇന്ത്യൻ സ്റ്റേറ്റിൻ്റെ വലിപ്പം മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പം അങ്ങനെ ഈ 90s ശേഷം അത് ഇങ്ങനെ ഒരു സ്റ്റാഗ്നൻ്റ് പൊസിഷനിലാണ്. അതിൽ തന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഏത് സംസ്ഥാനമാണോ പെർ ക്യാപിറ്റ ഇൻകത്തിൽ മുമ്പിൽ നിൽക്കുന്നത് അവിടെ ഗവൺമെൻറ് സൈസ് റിലേറ്റീവ് സെൻസിൽ കുറയാണ്. അവിടെയാണ് ഈ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിൻ്റെ പ്രശ്നം. ഇവിടെ പെർ ക്യാപിറ്റ ഇൻകം കൂടുന്നു, വളർച്ച വരുന്നു. പക്ഷേ സംസ്ഥാനങ്ങൾക്ക് നികുതി അവിടുന്ന് തരുന്ന ഷെയർ കുറയുന്നു. എന്ന് മാത്രമല്ല സംസ്ഥാനങ്ങൾക്ക് നികുതി അധികാരവും ഇല്ല. അപ്പോൾ നമ്മുടെ ഈ ഫിനാൻസ് കമ്മീഷൻ നോട്ട് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട സംഭവമുണ്ട്. ദർ ഇസ് എ ഡൈവേഴ്സ് ബിറ്റ്വീൻ സ്റ്റേറ്റ്സ് എക്കണോമി ആൻഡ് സ്റ്റേറ്റ് എക്സ്ചക്കർ. വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ തമിഴ്നാടിൻ്റെ എക്കണോമി വലുതാവും, കർണാടക എക്കണോമി വലുതാവുന്നു. പക്ഷേ കർണാടകയുടെ തമിഴ്നാടിൻ്റെയോ കേരളത്തിൻ്റെ എക്സ്ചക്കർ അതുപോലെ വലുതാവുന്നില്ല. കാരണം നമുക്ക് നികുതി അധികാരങ്ങൾ വളരെ പരിമിതമാണ്. ഇപ്പോൾ നമ്മുടെ ഈ പഴയ ജനറേഷൻപ്പെട്ടുള്ള എക്കണോമിസ്റ്റുകൾ ഇപ്പോൾ എന്നെപ്പോലെയുള്ള ആൾക്കാർ പക്ഷേ പരാതി പറയുന്നൊരു കാര്യമാണ്, കേരളത്തിൻ്റെ ടാക്സ് GDP റേഷ്യോ ഉയരുന്നില്ലല്ലോ. തമിഴ്നാട്ടിൻ്റെയും കർണാടകയൊക്കെ ടാക്സ് GDP റേഷ്യോ കാര്യമായിട്ട് ഉയരുന്നില്ല. എക്കണോമി വളരുന്നതിനനുസരിച്ച് കേരളത്തിൻ്റെ മാത്രം പ്രശ്നമല്ല. അല്ല, ഈ സംസ്ഥാനങ്ങളുടെ എല്ലാം കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് എനിക്ക് പറയാൻ കഴിയും, എവിടെയാണോ പെർ ക്യാപിറ്റ ഇൻകം കൂടുതലുള്ളത് അവിടെയെല്ലാം ഗവൺമെൻറ് റവന്യൂ ആൻഡ് എക്സ്പെൻഡിച്ചർ ടു GSDP റേഷ്യോ കുറവാണ്. ഇത് വലിയ അപകടകരമായിട്ടുള്ളൊരു കാര്യമാണ്. അതായത് എവിടെയാണോ വളർച്ചയുള്ളത് അവിടെ ഗവൺമെൻറ്റുകൾ അതിന് തത്തുല്യമായ രീതിയിൽ ഉയർന്ന രീതി പ്രവർത്തിക്കണം, കൂടുതൽ സർവീസസ് എത്തിക്കണം, എന്നാലേ ആ വളർച്ച നിലനിർത്താൻ പറ്റും. അവിടങ്ങളിൽ
ഗവൺമെൻറ് ചെറുതായിക്കൊണ്ടിരിക്കുന്നു. ഡെവലപ്മെൻറ്റിന് ഒരു ബ്രേക്ക് വീഴുകയാണ്. കുറച്ചുകൂടെ പിന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം, നമ്മുടെ നഗരങ്ങൾ, ഇന്ത്യയിലെ വലിയ വലിയ നഗരങ്ങൾ, അവർക്ക് സ്വന്തം വരുമാനത്തിനുള്ള സ്രോതസ്സ് പരിമിതമായതുകൊണ്ട് ആ നഗരങ്ങളുടെ എക്കണോമി വലുതാവുന്നതനുസരിച്ച് നഗരങ്ങൾക്ക് സൗകര്യങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നില്ല. അതെ. ഇന്ത്യയിലെ നഗരങ്ങൾ എല്ലാം സ്ലോ ഡൗൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബാംഗ്ലൂർ ഫോർ എക്സാമ്പിൾ, അതെ ബാംഗ്ലൂർ ഇന്ത്യയിലെ ഏറ്റവും മോഡേൺ ആയിട്ടുള്ള നഗരമാണ്. വളരെ വേഗത്തിൽ എക്കണോമി വലുതാവുകയാണ്. അത്രയും വേഗത്തിൽ തന്നെ ബാംഗ്ലൂർ നഗരം സ്ലോ ഡൗൺ ചെയ്യാം. അവിടുത്തെ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്ത് പോകാൻ പറ്റില്ല, 3 മണിക്കൂർ എന്നുള്ള അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ എക്കണോമിയുടെ എൻജിൻസിനെ സ്ലോ ആക്കുന്ന പരിപാടിയാണ്. ഇത് ഞങ്ങളുടെ കമ്മീഷൻ റിപ്പോർട്ടിൽ വളരെ വിശദമായിട്ട് ഇത് സംബന്ധിച്ച് ഞാൻ എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ വീക്കിൽ ഒരു ലേഖനം എഴുതി. ബേസിക്കലി ഇന്ത്യൻ ഫിസിക്കൽ സിസ്റ്റം ഇറ്റ്സ് വെരി ഇൻസെൻസിറ്റീവ് ടു ഗ്രോത്ത്, ഡെവലപ്മെൻറ്റ്. എവിടെ ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നോ, എവിടെ പോപ്പുലേഷൻ അഗ്ലോമറേറ്റ് ചെയ്യുന്നോ, അവിടെ വരുമാനമില്ലാതെ സർക്കാരുകൾ ചെറുതായി പോകുന്നതിൻ്റെ ഫലമായിട്ട് ഇന്ത്യയിലെ നഗരങ്ങളെല്ലാം സ്ലോ ഡൗൺ ചെയ്യുകയാണ്. വളരെ കൺസർവേറ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റാഗ്നൻ്റാണ്. അതെ, കാരണം ബാംഗ്ലൂർ നഗരം സ്ലോ ഡൗൺ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ എക്കണോമി സ്ലോ ഡൗൺ ചെയ്യുകയാണ്. ബാംഗ്ലൂരും ബോംബെയും പിന്നെ ഹൈദരാബാദും ഒക്കെ സ്ലോ ഡൗൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യൻ എക്കണോമിയെ മൊത്തം ബാധിക്കും. ഈ കേരളത്തിൽ ഇപ്പോൾ കൊച്ചിയിലാണ് വലിയ ഈ സ്ലോ ഡൗണിൻ്റെ പ്രശ്നമുള്ളത്. പക്ഷേ കേരളത്തിൽ ഇനിയും അത് ഉണ്ടാവാം. വിഴിഞ്ഞമൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മുടെ റോഡുകളുടെ കപ്പാസിറ്റി ഒന്നും പോരാതെ വരും, നഗരത്തിലെ സൗകര്യം പോരാതെ വരും. അപ്പോൾ അതിനനുസരിച്ച് ഇവിടെ വിഭവം ഉണ്ടാവണം, നികുതി പിരിക്കണം, അതുപോലെ തന്നെ മറ്റ് സൗകര്യങ്ങൾ ഉണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് ഈ വളർച്ച നിലനിർത്താൻ പറ്റത്തുള്ളൂ. അതല്ലെങ്കിൽ ഇപ്പം ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ നഗരങ്ങളുടെ വൃത്തികേടും നഗരങ്ങളുടെ ട്രാഫിക് പിന്നെ സ്നാക്സും അതെല്ലാം തന്നെ നമ്മുടെ കൾച്ചറിൻ്റെ ഭാഗമാണെന്ന് മറ്റുള്ളവരോട് പറയുകയാണ്. യഥാർത്ഥത്തിൽ ഇത് നമ്മുടെ കൾച്ചറിൻ്റെ ഭാഗമൊന്നുമല്ലോ. ഡൽഹിയും കൽക്കട്ടയും മുംബൈയും പിന്നെ ചെന്നൈയും ബാംഗ്ലൂരും ഒക്കെ സ്ലോ ഡൗൺ ചെയ്യുകയും അവിടെ എല്ലാം അഴുക്ക് നിറയുകയും ചെയ്യുന്നത് നമ്മുടെ കൾച്ചറിൻ്റെ ഭാഗമൊന്നുമല്ല. നമുക്ക് ഈ നഗരങ്ങളെ വേഗത്തിലാക്കാൻ പറ്റണം. അതിന് പറ്റിയ രീതിയിലല്ല നമ്മുടെ ഫിസിക്കൽ സിസ്റ്റം പ്രവർത്തിക്കുന്നത്. പക്ഷേ കേരളത്തിന് അതിനകത്തു നിന്ന് പുറത്ത് കടക്കണം. നമ്മുടെ നഗരങ്ങളെ നമ്മുടെ ലോക്കൽ ഗവൺമെൻറ്റിന് ശരിയായ രീതിയിൽ പ്ലാൻ ചെയ്യാൻ പറ്റണം. ഇങ്ങനൊരു കാഴ്ചപ്പാട് അവതരിപ്പിക്കാനാണ് ഈ സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ. ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ഇൻ ദ സെൻസ്, കാരണം കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചുള്ള ചർച്ചകളിൽ ഈ പറയുന്നൊരു സ്പേഷ്യൽ ഡയമെൻഷനും അതിൻ്റെ ഒരു അർബൻ ഇതിൻ്റെ സാധനങ്ങളും അങ്ങനെ ആരും പറയാത്തൊരു കാര്യമാണ്. ആ ഒരു നിലയിൽ ഉള്ള ഒരു എന്താ പറയുന്നത് വളരെ ഇന്നോവേറ്റീവാണ് അതിൻ്റെ സജഷൻ എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ ഈ സ്പേസിനെ കുറിച്ചുള്ള ഒരു അവയർനെസ് കേരളത്തിൽ കൂടി വരുന്നുണ്ട്. അതുകൂടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റണം. കാരണം നമുക്ക് ഈ ഫ്ലഡ്സ് വന്നു, പിന്നെ ഒരുപാട് ലാൻഡ് സ്ലിപ്സ് വന്നു, പിന്നെ നമ്മുടെ സഹ്യപർവ്വത നിരകൾ മൊത്തത്തിൽ വളരെ ഇക്കോളജിക്കലി സെൻസിറ്റീവ് ആണെന്നുള്ള ഒരു അവയർനെസ് നമ്മൾ വരുന്നുണ്ട്. ആളുകൾ സ്വയം ചില പ്രദേശങ്ങളിൽ നിന്ന് മാറിപ്പോകുന്നുണ്ട്. ഒരുപാട് പ്രദേശങ്ങളിൽ ഡീപോപ്പുലേഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ മറ്റ് സ്ഥലങ്ങളിലേക്ക് വന്ന് സെറ്റിൽ ചെയ്യുകയാണ്, കുടിയേറ്റത്തിൽ നിന്ന് കുടിയിറക്കത്തിലേക്ക് പോവുകയാണ്. ഒരു ലാർജ് സ്കെയിലിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മലബാറിലടക്കം വിസിബിളാണ്. അപ്പോൾ ഇത് പക്ഷേ നമ്മുടെ പോളിസിയിലേക്ക് വരണമല്ലോ. ഇത് നമ്മുടെ പോളിസിയിലേക്ക് വരണം. ഒരുപക്ഷെ പിന്നെ നമ്മുടെ കിഴക്കൻ പ്രദേശങ്ങളിൽ സഹ്യപർവ്വത ഈ പിന്നെ വളരെ തിരശ്ചീനമായിട്ടുള്ള ഭൂപ്രകൃതിയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഇപ്പോൾ നടക്കുന്ന ഡീപോപ്പുലേഷനെ നമ്മൾ കുറച്ചുകൂടെ പ്രൊമോട്ട് ചെയ്തിട്ട് അവിടെ ഒരു റീസെറ്റിൽമെൻറ്റിൻ്റെ കുറച്ചുകൂടെ സേഫായിട്ടുള്ള സ്ഥലങ്ങളിൽ പോപ്പുലേഷൻ റീസെറ്റിൽ ചെയ്യത്തക്ക രീതിയിൽ നമ്മുടെ ഗ്രാമങ്ങളെയും നഗരങ്ങളുടെയും പ്ലാനിങ് നമുക്ക് ആ രീതി നടത്താൻ പറ്റണം. ബേസിക്കലി ഈ സ്പേഷ്യൽ പ്ലാനിങ് എന്ന് പറയുന്നത്, സ്ഥലപരമായിട്ടുള്ള ആസൂത്രണം എന്ന് പറയുന്നത് വളരെ പ്രസക്തമാവുന്നൊരു കാലത്തേക്ക് നമ്മൾ പോകുന്നത്. അങ്ങനെ ഒരു അവയർനെസ് നമ്മുടെ സമൂഹത്തിൽ കുറേശ്ശെ വരുന്നുണ്ട്. അതും കൂടെ ഉപയോഗിച്ച് നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയണം എന്നുള്ളതാണ്. കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചുള്ള ഏതൊരു ചർച്ചയിലും നമുക്ക് നമ്മൾ ഫേസ് ചെയ്യേണ്ട ഒരു വിഷയമാണ് റിസോഴ്സസ് ക്രഞ്ച് എന്ന് പറയുന്നത്. നമ്മുടെ എല്ലാ ഇൻ ടേംസ് ഓഫ് ഫിസിക്കൽ കപ്പാസിറ്റി ഓഫ് ദ സ്റ്റേറ്റ്. അപ്പോൾ ഈ ഒരു റിസോഴ്സസ് ക്രഞ്ചിൻ്റെ ഒരു സ്പേസിൽ നിന്നിട്ടാണ് ഒരു സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ വർക്ക് ചെയ്യേണ്ടത്. അതെങ്ങനെയാണ് അതിനെ ഹാൻഡിൽ ചെയ്യേണ്ടത്? അതിൻ്റെ നമ്മുടെ സംസ്ഥാനത്ത് ഈ പ്രാദേശിക ഗവൺമെൻറ്റുകളെ ശക്തിപ്പെടുത്തണം, അവർക്ക് അവരുടേതായ ഒരു സ്പേസ് കൊടുക്കണമെന്ന കാര്യത്തിൽ ഒരു പൊളിറ്റിക്കൽ കൺസെൻസസ് ഉണ്ട്. ഈ കാര്യത്തിൽ നമുക്ക് പിന്നെ UDF-നെയോ LDF-ൻ്റെയോ നേതാക്കന്മാരെ പ്രത്യേകിച്ച് പറഞ്ഞ് കൺവിൻസ് ചെയ്യേണ്ട ഒരു
ആവശ്യമില്ല എന്നുള്ളത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ ഒരു ഭരണമാറ്റം വന്നതുകൊണ്ട് സംസ്ഥാനത്തെ പ്രാദേശിക ഗവൺമെൻറ്റുകൾക്ക് ഒരു അവഗണന വരും എന്നുള്ള ഒരു ഭയം ഇല്ല, ആർക്കുമില്ല. ഗവൺമെൻറ് വളരെ പോസിറ്റീവായിട്ട് എടുക്കാം. ഇപ്പം തൽക്കാലത്തെ ചില പ്രശ്നങ്ങളുണ്ട്. ഇപ്പം ഈ വർഷം ട്രാൻസിഷൻ്റെ പ്രശ്നം, ഈ കേന്ദ്ര കമ്മീഷൻ്റെ റിപ്പോർട്ട് വന്നതിൻ്റെ ഒരു വലിയ ഷോക്കുണ്ട്. അത് ആ ഡിപ്പാർട്ട്മെൻറ്റ് അതിനകത്തുനിന്ന് ലോക്കൽ ഗവൺമെൻറ്റ്സ് ആ ഷോക്കൊന്നും മാറിയിട്ടില്ല. വളരെ ഇമ്മീഡിയറ്റായിട്ട് ഇടപെടൽ യഥാർത്ഥത്തിൽ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് വേണം. സ്ലോ ആണ്. പ്രത്യേകിച്ചും ഈ ഭരണമാറ്റം സംഭവിക്കുന്നു, ഉദ്യോഗസ്ഥന്മാരുടെ ലീഡർഷിപ്പ് മാറുന്നു, പിന്നെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് മാറുന്നു. ഇതിൻ്റെ എല്ലാം ഫലമായിട്ടുള്ള ഒരു സ്ലോയിങ് ഡൗൺ സംഭവിക്കുന്നുണ്ട്. അതല്ലാതെ അടിയന്തര ശ്രദ്ധ വേണ്ട ഒരു കാര്യമാണ്. അതല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ മുന്നണി മാറ്റം ഒരു വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കേണ്ടതില്ല. പക്ഷേ ഈ കാര്യത്തിലൊരു ജാഗ്രത ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ആവശ്യമാണ്. കാരണം ജനകീയാസൂത്രണം പോലെ അല്ലെങ്കിൽ അധികാര വികേന്ദ്രീകരണത്തിനോടൊരു റെസിസ്റ്റൻസ് എപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കാരണം അധികാരം കേന്ദ്രീകരിക്കാനുള്ള താല്പര്യം പലതുകൊണ്ടും എപ്പോഴും ഏത് സമൂഹത്തിലും ഉണ്ടാവാം. അപ്പോൾ അതിനെതിരായിട്ടൊരു ജാഗ്രത വേണം. എൻ്റെ അഭിപ്രായത്തിൽ പിന്നെ ഒരു വലിയ വിഭവ പരിമിതിയൊന്നും അക്കാര്യത്തിലില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൻ്റെ പിന്നെ ധനസ്ഥിതിയിൽ ഒരു സ്ട്രക്ചറലായിട്ടുള്ള പ്രശ്നമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, ഓവർ സെൻട്രലൈസേഷനുണ്ട്. അത് വളരുന്ന സംസ്ഥാനങ്ങൾക്ക് പണം കൊടുക്കാത്ത പ്രശ്നമുണ്ട്. കേന്ദ്രം തന്നെ ക്ഷീണിക്കാൻ സ്വയം തീരുമാനിച്ചിരിക്കുന്ന ഒരവസ്ഥയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഫിസ്ക്കൽ കൺസർവേറ്റിസം പൂർണ്ണമായിട്ടും തലയ്ക്ക് പിടിച്ചിട്ട് നമ്മുടെ റെയിൽവേ, ചൈനീസ് റെയിൽവേയും ഒരേ ലെവലിൽ നിന്ന റെയിൽവേയാണ്. ചൈന എത്രമാത്രം മുന്നോട്ട് പോയിരിക്കുന്നു. നമ്മൾ ഈ ഒരു വിഴിഞ്ഞം പോർട്ട് ഇന്ത്യയുടെ ഒരു ഭൂപടം മാറ്റിമറിക്കുന്നു എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുന്നു. പക്ഷേ എത്ര പോർട്ടുകൾ ചൈന സ്ഥാപിച്ചു കഴിഞ്ഞു. മറ്റ് രാജ്യങ്ങൾ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിൻ്റെ കാര്യത്തിൽ വലിയ പുരോഗതി വന്നു. അപ്പോൾ അതുപോലെ തന്നെ റിസർച്ചിൻ്റെ കാര്യത്തിൽ, ഹയർ എഡ്യൂക്കേഷൻ്റെ കാര്യത്തിൽ ഇപ്പോൾ പിന്നെ നമ്മുടെ VSSC അതുപോലുള്ള ഈ സ്പേസിൻ്റെ കാര്യത്തിലുള്ള നമ്മൾ നേരത്തെ എസ്റ്റാബ്ലിഷ് ചെയ്ത ലീഡ് കാരണമാണ് ഇപ്പോൾ യുദ്ധത്തിൻ്റെ കാര്യത്തിൽ പോലും നമ്മൾ പിടിച്ചു നിൽക്കുന്നത്, അല്ലേ? അപ്പോൾ ഇത്തരം ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് നടത്തിയാൽ മതിയാവും. പക്ഷെ ഈ കാര്യത്തിൽ കേരളത്തിന് അതിൻ്റേതായ പരിമിതിയുണ്ട്. ഈ മൊത്തത്തിലുള്ള ഒരു ഫിസ്ക്കൽ കൺസർവേറ്റിസം നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റിനെ ബാധിക്കും. നമ്മുടെ നികുതി അധികാരങ്ങൾ വളരെ ഗണ്യമായിട്ട് കുറഞ്ഞത് നമ്മളെ ബാധിക്കും. പക്ഷെ അത് ഇപ്പോൾ കഴിഞ്ഞ കുറേ വർഷങ്ങളുടെ ഒരവസ്ഥ വെച്ച് നോക്കുമ്പോൾ അത് മെച്ചപ്പെട്ടിട്ടേ ഉള്ളൂ. അതായത് ധനസ്ഥിതിയൊക്കെ നമുക്ക് മെച്ചപ്പെട്ട അവസ്ഥയെ ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു 10-20 വർഷക്കാലം, ഒരു 10-30 വർഷക്കാലം ഹയർ എഡ്യൂക്കേഷനിൽ നമ്മൾ ഇതിനേക്കാളും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തേണ്ടതായിരുന്നില്ലേ? നമുക്ക് ഈ ഫിസ്ക്കൽ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റിയില്ല. അതുപോലെ തന്നെ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിൽ നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. ആ ഒരു പ്രശ്നം, അതായത് നമ്മളിപ്പം നമ്മൾ എഡ്യൂക്കേഷനിലൊക്കെ കൂടുതൽ പൈസ ചിലവഴിക്കുന്നു, ആരോഗ്യത്തിന് ചിലവഴിക്കുന്നു, നമ്മുടെ കമ്മിറ്റഡ് എക്സ്പെൻഡിച്ചർ കൂടുതലാണ്. അതുകൊണ്ട് നമുക്ക് മറ്റ് ചില രംഗങ്ങളിൽ നമുക്ക് ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. ആ പരിമിതിയുണ്ട്. അത് കുറേ കാലമായിട്ടുള്ളൊരു പരിമിതിയാണ്, ഇപ്പം പെട്ടെന്ന് വന്നൊരു സംഭവമല്ല. അപ്പോൾ അതുകൊണ്ട് ലോക്കൽ ഗവൺമെൻറ്റ്സിന് പൈസ കുറയ്ക്കേണ്ട ഒരു സാഹചര്യമൊന്നും പുതുതായിട്ടുണ്ടായിട്ടില്ല. അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു പരിമിതിയെ ഓവർകം ചെയ്യുന്നതിലാണ് നേരത്തെ ഡോക്ടർ ഹരിലാൽ സൂചിപ്പിച്ച ഈ ലോക്കൽ ഗവൺമെൻറ്റിനെ കൂടുതലായിട്ട് അതിനെ എംപവർ ചെയ്യിക്കുക എന്നുള്ളത്. അതെ, അതായത് നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് നികുതി അധികാരവും അതുപോലെ തന്നെ വായ്പ എടുക്കാനുള്ള അധികാരവും ഒരു തരത്തിലുള്ള എക്സ്പെൻഡിച്ചർ കംപ്രഷൻ, ബോധപൂർവമായിട്ടുള്ള സമ്മർദ്ദത്തിലൂടെ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളെ ചെറുതാക്കുന്നതിനുള്ളൊരു സമ്മർദ്ദം, അത് നമ്മളെ ഈ അടിച്ചേൽപ്പിച്ച ഒരു ആശയമാണ്. അതായത് നമ്മൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നമ്മൾ ഫൈറ്റ് ചെയ്ത് നമുക്ക് നല്ല ഭരണകൂടം ഉണ്ടാകാനാണ്. നമുക്ക് ഭരണകൂടം ഉണ്ടായിരുന്നില്ല, നമ്മുടെ കൺട്രോളിലായിരുന്നില്ല. അപ്പോൾ നമ്മൾ 947 സ്വാതന്ത്ര്യം നേടിയത് നമ്മുടെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള, നമ്മുടെ സ്വയം നിർണ്ണായക ആവശ്യം ഉപയോഗിക്കത്തക്ക രീതിയിൽ സ്ട്രോങ് ആയിട്ടുള്ള ഗവൺമെൻറ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഓവർ ടൈം നമ്മളെ എല്ലാവരും ചേർന്ന് പറഞ്ഞ് പഠിപ്പിച്ചു, ഭരണകൂടം ചെറുതായി ദുർബലമാവുന്നതാണ് നല്ലത് എന്ന് പഠിപ്പിച്ചത് നമ്മൾ കുറച്ചങ്ങ് പഠിച്ചുപോയി. പക്ഷേ അതിൻ്റെ ഫലമായിട്ടുള്ള ഒരു ചുരുക്കം നമുക്കുണ്ട്. അതിനെ നമുക്ക് മറികടക്കാനുള്ളൊരു സാധ്യതയാണ് ലോക്കൽ ഗവൺമെൻറ്റ്സ് തരുന്നത്.
ലോക്കൽ ഗവൺമെൻറ്റ്സിന് കൂടുതൽ വരുമാനം മൊബിലൈസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഞങ്ങൾ വളരെ വിശദമായി ആ കാര്യം പരിശോധിച്ചു. അപ്പോൾ നമ്മുടെ പ്രോപ്പർട്ടി ടാക്സ്, ഈ പ്രൊഫഷണൽ ടാക്സിൻ്റെ റേറ്റുകൾ കൂട്ടുന്നില്ല കേന്ദ്രം. അതുകൊണ്ട് നമ്മുടെ നഗരങ്ങൾക്ക്, ചെന്നൈക്കും ബാംഗ്ലൂരിനും എല്ലാം അതിൻ്റെ ക്ഷീണമുണ്ട്. പക്ഷേ ഈ പ്രൊഫഷണൽ ടാക്സിൽ പോലും കേരളത്തിൽ നമുക്ക് കുറച്ചുകൂടെ ഒരു സാധ്യതയുണ്ട് അത് പിരിച്ചെടുക്കാനായിട്ട്. മറ്റ് നികുതി, അതായത് പൊല്യൂഷൻ പോലും നമുക്ക്, ഈ വേസ്റ്റ് ഡിസ്പോസൽ പോലും ലോക്കൽ ഗവൺമെൻറ്റ്സിന് വരുമാനം വർദ്ധിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ബോറോയിങ്ങിൻ്റെ സാധ്യത, അതുപോലെ തന്നെ ഈ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫണ്ട് നമ്മൾ വളരെ പരിമിതമായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഈ ലോക്കൽ ഗവൺമെൻറ്റ്സിന് നമ്മൾ പ്ലാൻ ഫണ്ടൊക്കെ ഒരുപാട് കൊടുക്കുന്നുണ്ട്. CSR ഫണ്ട് മൊബിലൈസ് ചെയ്യാനുള്ള ശ്രമം ലോക്കൽ ഗവൺമെൻറ്റ്സിൻ്റെ ഭാഗത്തുനിന്നും വേണ്ടത്ര ഉണ്ടാകുന്നില്ല. അവർക്ക് അതിനുള്ളൊരു പരിശീലനവും ഇല്ല. അപ്പോൾ CSR ഫണ്ട് ഉപയോഗിക്കാനും അല്ല ബോറോയിങ്ങിൻ്റെ സാധ്യത ഉപയോഗിക്കാനും നികുതി പിരിവ് വർദ്ധിപ്പിക്കാനും ഒക്കെയുള്ള സാധ്യത ലോക്കൽ ഗവൺമെൻറ്. ഇത്തരത്തിലുള്ള കോൺക്രീറ്റ് നിർദ്ദേശങ്ങൾ നിങ്ങളുടെ ഫൈനൽ റിപ്പോർട്ടിൽ അല്ലെങ്കിൽ അതിൻ്റെ സജഷൻസും ഉണ്ടാവും. ഞങ്ങളിപ്പോൾ തന്നെ ഗവൺമെൻറ്റിന് കൊടുത്ത ആദ്യത്തെ 2 റിപ്പോർട്ടിൽ ഇതിൻ്റെ കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. ചില കോൺക്രീറ്റ് ആയിട്ടുള്ള ശുപാർശകൾ, അല്ലെങ്കിൽ ഒരു റോഡ് മാപ്പ് എന്ന് പറയുന്നത്. അത് കൂടാതെ നമ്മൾ ഈ ഓരോ ശുപാർശകളും നടപ്പിലാക്കാൻ വേണ്ട കൂടുതൽ പ്രായോഗികമായിട്ടുള്ള നിർദ്ദേശങ്ങൾ, കാരണം ഇത് അതിൻ്റെ ഡീറ്റെയിൽസ് വേണമല്ലോ. ഗവൺമെൻറ്റിന് ഒരു മുമ്പോട്ട് പോകാനുള്ള ഒരു റോഡ് മാപ്പ് തയ്യാറാക്കുന്ന രീതിയിലുള്ള ശുപാർശകളും നമ്മുടെ കമ്മീഷൻ്റെ ഭാഗമായിട്ട് കൊടുക്കുന്നുണ്ട്. ഫൈനൽ റിപ്പോർട്ട് എന്നാണ് വരുന്നത്? സെപ്റ്റംബറാണ് കമ്മീഷൻ്റെ കാലാവധി. അത് സെപ്റ്റംബറിൽ തന്നെ കമ്മീഷൻ്റെ ഫൈനൽ റിപ്പോർട്ടും അതുപോലെ തന്നെ ഈ പോളിസി പേപ്പേഴ്സും, ഇപ്പം നമ്മളിപ്പം ഈ പറയുന്ന നികുതി വരുമാനവുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളൊരു ബോർഡ് ഓഫ് ഫിനാൻസ് ഫോർ ലോക്കൽ ഗവൺമെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു നിർദ്ദേശം വെക്കുന്നുണ്ട്. അത് ഈ നികുതി പിരിവ് ഊർജിതമാക്കാൻ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച്, ഡേറ്റാബേസൊക്കെ ഉപയോഗിച്ച് നികുതി പിരിവ് വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു മെക്കാനിസമാണ്. അതോടൊപ്പം തന്നെ ഈ ഫിനാൻഷ്യൽ ഇവല്യൂഷൻ്റെ ഭാഗമായിട്ട് പുതിയ രീതിയിലുള്ള ഇപ്പം ഒരു ബോറോയിങ് അല്ലെങ്കിൽ ബോണ്ട് ഇഷ്യൂൻ്റെ ഒക്കെ രീതി പോകേണ്ടി വരികയാണെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള സംവിധാനം എന്തായിരിക്കണം, അതൊക്കെ പരിശോധിക്കുന്ന, അതിനുള്ള റെക്കമെൻഡേഷൻസ് വെക്കുന്നതിന് ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ റിപ്പോർട്ടുകൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും സംസാരിച്ചതിന് വളരെ നന്ദി. നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. ഓക്കെ, താങ്ക്സ് എ ലോട്ട്.